അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി കടന്നു വരുന്നതിന് സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. വിശേഷിച്ചാൽ ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ അനിമോൾ ബിനു എന്ന കർത്താവിൻ്റെ ദാസിയാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ അനിമോൾ ബിനുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. ഞാൻ കോട്ടയത്ത് മണർകാട് നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. വീട്ടിലെ ഹസ്ബൻഡ്, 2 കുട്ടികൾ. ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. പാസ്റ്ററാണ്, അതുപോലെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നു ഹസ്ബൻഡ്. മോള് നേഴ്സിംഗ് കഴിഞ്ഞ് ബോംബെയിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. മോന് +1 പഠിച്ചുകൊണ്ട് എക്സാം കഴിഞ്ഞിട്ട് അവനുമായിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അരോമ ടിവിയില് ഇങ്ങനെ എനിക്കൊരു സാക്ഷ്യം പറയുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരുക്കിയത് നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതെന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് അമേ സ്തോത്രം ഞാൻ കാണുകയും അമേ സ്തോത്രം ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നെ പ്രത്യേകമായിട്ട് ഈ അരോമ ടിവിയിലേക്ക് എന്നെ സാക്ഷ്യത്തിനായിട്ട് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ പ്രിയ പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്റർക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഈ അരോമ ടിവിയിൽ സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ പ്രത്യേകമായി പരിചയപ്പെടുത്തിയത് ബാംഗ്ലൂരുള്ള സന്തോഷ് എന്ന് പറയുന്ന ഒരു മോനാണ്. കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് എനിക്ക് പരിചയപ്പെടുത്തി തരുവാൻ ഇടയായി തീർന്നത്. ആ മോനെ ഓർത്ത് ഞാൻ പ്രത്യേകിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായ നന്ദിയെ ആ കുഞ്ഞിനും അറിയിക്കുകയാണ്. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് നിലമ്പൂര്, മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാപിതാക്കള് കർത്താവിനെ അറിഞ്ഞ മാതാപിതാക്കളാണ്. പെന്തക്കോസ് അനുഭവത്തിൽ തന്നെ ജീവിച്ച പപ്പയും അമ്മയും ഒക്കെ പെന്തക്കോസിൽ തന്നെ ആയിരുന്നത് കൊണ്ട് എനിക്കും അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടി തന്നെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ചെറുപ്രായത്തിൽ തന്നെ സൺഡേ സ്കൂൾ പഠിക്കുവാനും ദൈവജനമൊക്കെ പഠിക്കുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. മാതാപിതാക്കൾക്ക് ഞാൻ മൂത്ത മകളാണ്. രണ്ടാമത്തേത് എൻ്റെ ഒരു സഹോദരൻ, ഏറ്റവും ഇളയത് ഒരു സഹോദരിയാണ്. സഹോദരൻ കർത്താവിന്റെ വേല ചെയ്യുന്നു, കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. സഹോദരി ഖത്തറിൽ ജോലി ചെയ്യുന്നു. ഒരു കുടുംബമായിട്ട്, 2 പേരും കുടുംബമായിട്ട്, സഹോദരൻ ബോംബെയിലും സഹോദരി ഖത്തറിലുമായിട്ട് കർത്താവിന് പ്രയോജനപ്പെട്ടുകൊണ്ട് അവരവിടെ ആയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിന് മേലെ ഒത്തിരി പ്രതിസന്ധികൾ ഞാൻ തരണം ചെയ്തവളാണ്. ഒത്തിരി രോഗങ്ങൾ എൻ്റെ ശരീരത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പനിയുടെ അസ്വസ്ഥതകൾ, അതുപോലെ മറ്റു പലവിധമായ വ്യാധികളാലൊക്കെ അടിയൻ ചെറുപ്രായത്തിൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ അതിന്മേലൊക്കെ പല ചികിത്സകളൊക്കെ ചെയ്യും. ആ സമയങ്ങളൊക്കെ വിടുതലുണ്ടാകും. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഒക്കെ ആ കാലങ്ങളിൽ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂൾ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ ആമേൻ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. സൺഡേ സ്കൂൾ പഠിക്കുകയും ദൈവവചനം പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ രോഗങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് എനിക്ക് സൗഖ്യം ഉണ്ടാകാത്തത്, ദൈവത്താലുള്ള ഒരു സൗഖ്യം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ 10ാം ക്ലാസ് പഠന സമയത്ത്, 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് 1989 1989 90 91 കാലഘട്ടങ്ങളിൽ, ആ 3 വർഷക്കാലം എൻ്റെ ശരീരത്തില് ഒരു പ്രത്യേകമായ രോഗബാധ ഉണ്ടാകുവാനെത്തും. 89 എൻ്റെ ശരീരത്തില് എൻ്റെ ഇടത് കയ്യേല് മുഴുവൻ വ്രണങ്ങൾ ബാധിച്ച ഒരവസ്ഥ എൻ്റെ ശരീരത്തിലുണ്ടായി, എൻ്റെ ഇടത് കയ്യിൽ. 90 ഇടത് കാലിലുണ്ടായി, 91 വലത് കാലിലും. ഇതെല്ലാം ഉണ്ടാകുന്നത് ഒരേ മാസങ്ങളിലാണ്. ജനുവരി തൊട്ട് മാർച്ച് മാസങ്ങൾ വരെയുള്ള ചില സമയങ്ങളിലാണ് ഇതുണ്ടാകുന്നത്. ആദ്യത്തേത് എൻ്റെ ഇടത് കയ്യിനുണ്ടായ സമയത്ത് എൻ്റെ കൈകൾ മുഴുവൻ, ഇടത് കൈയിന്റെ കൈപ്പത്തി, വിരലുകളെല്ലാം മുഴുവൻ ഇങ്ങനെ വ്രണങ്ങൾ നിറഞ്ഞു. എന്തുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിന്മേൽ എനിക്കൊരു സൗഖ്യം ഉണ്ടാകുന്നില്ല? ദൈവത്തോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, കർത്താവേ എനിക്ക് എന്തുകൊണ്ട്
ഇതിനൊരു പൂർണ്ണ സൗഖ്യം ഉണ്ടാകുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ സ്നേഹിച്ചു, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നു, എന്നാൽ എനിക്ക് എന്തുകൊണ്ട് ഈ വിഷയത്തിന്മേൽ ഒരു സൗഖ്യം ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഏകദേശം 1.5 മാസം കഴിഞ്ഞ സമയത്ത് പല ചികിത്സകൾ ചെയ്യുന്നുണ്ട്. ഹോമിയോയുടെ മരുന്നുകൾ ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് മരുന്ന് ചെയ്യുന്നുണ്ട്, ആയുർവേദം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും ഒരു സൗഖ്യം എനിക്ക് ഉണ്ടാകുന്നില്ല. ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവെ, ഇതിനെങ്ങനെ എനിക്ക് സൗഖ്യം വരും? ഞാൻ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നു, ദൈവിക വചനങ്ങൾ കേൾക്കുന്നു, ദൈവദാസന്മാര് ദൈവവചനത്തിൽ കൂടി കർത്താവിനെ കുറിച്ച് പറയും. യേശു കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ കുരുടരെ അവൻ കാഴ്ച കൊടുക്കുന്ന ദൈവമാണ്. പല വിധത്തിലുള്ള അത്ഭുതങ്ങളെ കുറിച്ച് യേശുവിൽ നിന്ന് ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എനിക്ക് ഇതിനകത്തൊരു വിടുതൽ ലഭിക്കുന്നില്ല എന്ന് ദൈവത്തോട് പരാതി പറയുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ വർഷം ഈ രോഗത്തിന് ചികിത്സ മുഖാന്തരമാണ് എനിക്ക് സൗഖ്യം ഉണ്ടായത്. ഏകദേശം 2-3 മാസക്കാലം തന്നെ ഞാൻ ആ രോഗത്താൽ ഭാരപ്പെട്ടു. കഠിനമായ വേദന, കയ്യിലുണ്ടാകുന്ന വേദനകൾ കൊണ്ട് ഇങ്ങനെ പരുക്കൾ ഇങ്ങനെ വന്ന ശേഷം അതിൽ നിന്ന് ധാരാളം ചോരയും പഴുപ്പും ഒക്കെ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ വേദന ഞാൻ സഹിക്കുമ്പോൾ എനിക്ക് നെഞ്ചിന് ഭയങ്കര വേദന. ആ വേദനയോടൊപ്പം തന്നെ നെഞ്ചിന് വേദനയാണ്. കണ്ണുനീര് കൊണ്ട് എപ്പോഴും കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുകയും ഈ വേദന കൊണ്ട് തന്നെ കണ്ണുനീര്, അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയം. പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു സൗഖ്യം എന്റെ ശരീരത്തിൽ ഉണ്ടായില്ല. ഞാൻ അങ്ങനെ ഭാരത്തോട് ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു വിടുതൽ കിട്ടിയില്ല, ചികിത്സ കൊണ്ടാണല്ലോ എനിക്ക് വിടുതൽ കിട്ടിയത്. എന്നാൽ ഏകദേശം 2-3 മാസം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഭേദം ഉണ്ടായി. പിറ്റേ വർഷം 90-ലും ഇതുപോലെ തന്നെ, ആ സമയത്ത് എനിക്ക് 19 വയസ്സുണ്ട്. 90-ാം ആണ്ടിലും ഇതേപോലെ തന്നെ കാലിനാണ് എനിക്ക് ഉണ്ടാകുന്നത്. കാലൊരു ചെറിയൊരു മുറിവ് വന്നു. ആ മുറിവിനോടൊപ്പം തന്നെ അത് വീണ്ടും പഴുപ്പ് ബാധിച്ച് അതിന് മുറിവ് പഴുക്കാൻ തുടങ്ങി. അത് കാലിന്റെ പത്തിയിൽ നിന്നാണ് അത് തുടങ്ങിയത്. പക്ഷെ അത് മുട്ടുവരെയും, എന്റെ കാലിന്റെ മുട്ട് വരെ അത് വ്യാപിക്കാനിടയിൽ തീർന്നു. അതും ഇതുപോലെ തന്നെ, അതൊന്നും എനിക്ക് സഹിക്കാൻ കഴിയാത്ത അത്ര വേദനയായിരുന്നു. മുട്ട് തൊട്ട് കാൽപാദം വരെയും എനിക്ക് വ്രണങ്ങൾ നിറഞ്ഞു. ഇതുപോലെ പഴുപ്പും രക്തം ഇങ്ങനെ പൊടിഞ്ഞു പോകുക, പഴുപ്പും ഇങ്ങനെ ഒഴുകുന്ന അവസ്ഥകൾ. ഇതിങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യും, ഡോക്ടറെ കൊണ്ട് കാണിക്കും, മരുന്ന് ചെയ്യും, അവര് മുറിവുകൾ കെട്ടും. 1-2 ദിവസത്തിനിടയിൽ ഇങ്ങനെ തുടർമാനമായി ചെയ്തുകൊണ്ടിരുന്നു. 2 മാസം വരെയും അങ്ങനെ ചെയ്തിട്ടും അതിനും ഒരു ശമനമില്ല. എന്റെ പപ്പ പ്രാർത്ഥിക്കുന്നതാണ്, എന്റെ അമ്മ ദൈവസന്നിധിയിൽ വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്, പ്രാർത്ഥിക്കുന്നുണ്ട്. ദേവദാസന്മാർ, ഞങ്ങളുടെ ഭവനത്തിനകത്താണെങ്കിൽ പ്രാർത്ഥനയുള്ള ഭവനമാണ്. ദേവദാസന്മാർ പലരും കടന്നു വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എന്തുകൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇവളുടെ ജീവിതത്തിൽ ഈ രോഗം വരാൻ കാരണമെന്ന് ചോദിച്ച് പലരും അങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിക്കും, കർത്താവ്, 2ാം പ്രാവശ്യം എന്റെ ശരീരത്തിൽ ഇതുണ്ടായി, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിത് വീണ്ടും ഉണ്ടാകുന്നത്? എനിക്ക് ശമനം ഉണ്ടാകത്തില്ലേ? ഈ വിഷയത്തിന് എനിക്കൊരു സൗഖ്യം ഉണ്ടാകത്തില്ലേ എന്ന് ഞാൻ ദൈവത്തോട് വീണ്ടും ചോദിപ്പാണ്ടെത്തുന്നു. അങ്ങനെ ഈ രോഗവും 2ാമത്തെ പ്രാവശ്യം ഉണ്ടായപ്പോ എന്റെ പപ്പ ചെറിയ മരുന്നുകൂട്ടുകളൊക്കെ, ഇലകളൊക്കെ പറിച്ച് ചെറിയ എണ്ണയൊക്കെ കാച്ചി കാലിൽ ഇങ്ങനെ പുരട്ടും. അതും ഏകദേശം 2-2.5 മാസം 3 മാസത്തോളം ആ ചികിത്സയും ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് നടക്കാൻ കഴിയത്തില്ല. കാലിന് താഴെയെല്ലാം തുണിയെല്ലാം കെട്ടിവെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് പോലും. അപ്പൊ 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിയാൽ അറിയാമല്ലോ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടി ഞാൻ കടന്നുപോയി. എന്നാൽ അവിടെയും ദൈവത്തോട് ഞാൻ പിറുപിറുക്കാൻ തുടങ്ങി, കർത്താവേ, എനിക്ക് എന്തുകൊണ്ട് ഈ വിഷയത്തിന് സൗഖ്യം തരുന്നില്ല? ഈ പ്രസംഗങ്ങളും ദൈവവചനങ്ങളും ഒക്കെ ഞാൻ കേൾക്കുന്നു, ദൈവവചനം എനിക്കറിയാം, ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചതാണ്, ദൈവവചനം എനിക്കറിയാം, നീ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടും എനിക്ക് എന്തുകൊണ്ട് ഈ വിഷയത്തിന് വിടുതലാകുന്നില്ല എന്ന് ചോദിച്ച് ദൈവത്തോട് പല സമയങ്ങളിൽ, രാത്രിയാമങ്ങളിലൊക്കെ എന്റെ കിടക്കയിൽ ഞാൻ കണ്ണുനീരൊഴുക്കിയതിന് ആമേൻ ഹല്ലേലൂയ, അത് പറയാൻ കഴിയാത്ത അത്ര മാത്രമായിരുന്നു. അതുപോലെ ഞാൻ കണ്ണുനീരൊഴുക്കുമായിരുന്നു. രാത്രിയാമങ്ങൾ ഉറക്കമില്ല. അതുപോലെ കണ്ണുനീരോടെ ദൈവസ്ഥാനത്തിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു, എനിക്കിതിന് സൗഖ്യം നീ തരണമെന്ന് പറഞ്ഞു. എന്നാൽ ആ വർഷവും എനിക്ക് ഒരു സൗഖ്യത്തിന്റെ അനുഭവം എനിക്കുണ്ടായില്ല. ട്രീറ്റ്മെന്റ്, ഹോമിയോ മരുന്ന്, ആയുർവേദം, ഇംഗ്ലീഷ് മരുന്ന്, ഈ 2-3 ചികിത്സകളും ചെയ്ത ശേഷമാണ് എനിക്ക് ഈ രോഗത്തിന് ശമനം ഉണ്ടായത്. അപ്പം ആയുർവേദ മരുന്ന് ചെയ്യുമ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പഥ്യമൊക്കെ നോക്കണം. രക്തശുദ്ധീകരണം ഇല്ലാത്തത് കൊണ്ടാണ് ഈ രോഗം എനിക്ക് തുടർമാനമായിട്ട് ഉണ്ടാകുന്നത് വൈദ്യൻ പറയുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള ഒരു വൈദ്യന്റെ ആ രീതിയിലുള്ള മരുന്നാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെയും എനിക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം ഉണ്ടായില്ല. ആ 3 മാസം കഴിയുമ്പോൾ അതും അങ്ങനെ സാവധാനം കരിയുകയും പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് പിന്നീടില്ല. അങ്ങനെ 3-ാം വർഷം
91 അന്ന് എനിക്ക് 20 വയസ്സ് പ്രായമുണ്ട്. ആ സമയത്തും ഇതുപോലെ വലത് കാലിലാണ് ഇതുപോലെ രോഗമുണ്ടായത്. അത് ചെറിയൊരു മുറിവ് തട്ടി, കാലിന്റെ പാദത്തിൽ ഇങ്ങനെ ചെറിയൊരു മുറിവ് തട്ടി, അതേ തുടർന്ന് വീണ്ടും അത് ഉണ്ടായി. മുട്ട് വരെയും അതുപോലെ പഴയ പോലെ തന്നെ, ഇടതുകാലിനുണ്ടായ അതേപോലെ തന്നെ മുട്ടുവരെയും ആ രോഗാവസ്ഥ വീണ്ടും ഉണ്ടായി. എന്നാൽ 2 വർഷം ഉണ്ടായതിനേക്കാൾ തീവ്രമായ അവസ്ഥയായിരുന്നു പിന്നീട് എനിക്കുണ്ടായത്. എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയത്തില്ല, അതുപോലെ വേദന. ഞാൻ ദൈവത്തോട് വീണ്ടും ചോദിക്കാൻ തുടങ്ങി, കർത്താവേ, എനിക്കിതിന് വിടുതലില്ലല്ലോ. എന്നാൽ അതെന്റെ ജീവിതത്തിലെ നിരാശയിലേക്ക് ഞാൻ കടന്നുപോയി. നിരാശ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലെ നിരാശ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് അത്രമാത്രം തീവ്രതയേറിയ നിരാശ. ജീവിതത്തിൽ എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിച്ചാ മതി. ഞാൻ എപ്പോഴും ആ മാസങ്ങളിലെല്ലാം ദൈവം ഇങ്ങനെ പറയുമായിരുന്നു. എന്റെ കൂട്ടുകാർക്കോ എന്റെ മാതാപിതാക്കൾക്കോ ആർക്കും അറിയത്തില്ല. ഞാൻ ഇങ്ങനെ പറയും, എനിക്ക് ഈ രോഗം എനിക്ക് മാറിയില്ലെങ്കിൽ ഞാൻ മരിച്ചിരിക്കും. ഞാൻ സ്നാനപ്പെട്ടവളാണ്, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചവളാണ്, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവളാണ്. ഇതെല്ലാം ഞാൻ മറന്നൊരു കാലഘട്ടത്തിലേക്ക് ഞാൻ വീണ്ടും കടന്നു. 3-ാമത്തെ വർഷം 91-ാം ആണ്ടിലത്തെ സംഭവമാണ്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ മാർച്ച് മാസമായപ്പോൾ എന്റെ നിരാശ അധികമായി വർദ്ധിച്ചു. കാരണം മരുന്നുകളൊക്കെ മാറി മാറി ഉപയോഗിച്ചിട്ടും എന്റെ ശരീരത്തിൽ ഒരു പൂർണ്ണമായി വിടുതൽ ഉണ്ടാകുന്നില്ല. ഒരു മുറിവ് കരിയും, അതിനോടൊപ്പം തന്നെ അതിന്റെ താഴ്ഭാഗത്തേക്കെല്ലാം വീണ്ടും ഒരെണ്ണം കരിഞ്ഞു കഴിയുമ്പോൾ 5 എണ്ണം വരും, അത് കഴിയുമ്പോൾ പിന്നെ 7 എണ്ണം വരും. ഇങ്ങനെ കാല് മുഴുവൻ വ്രണമായിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇയ്യോബ് ഇങ്ങനെയാണല്ലോ അനുഭവിച്ചത്, ഇയ്യോബ് തന്റെ ജീവിതത്തിൽ ഇതുപോലെയാണോ അനുഭവിച്ചതെന്ന് ഞാൻ അന്നത്തെ എന്റെ അറിവനുസരിച്ച് എന്നാൽ ദൈവത്തോട് ചോദിക്കുകയും ഭാര്യപ്പെടുകയും കരയുകയും ചെയ്തു. എന്നാൽ മാർച്ച് മാസമായപ്പോൾ എന്റെ സകല നിയന്ത്രണങ്ങളും വിട്ടു. ഞാൻ ജീവിതത്തിൽ നിന്ന് എന്റെ ശരീരം എനിക്കിനി ജീവിക്കേണ്ട, മരിക്കണമെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഞാൻ കടന്നു വരുവാനിടയിൽ തീർന്നു. അത് ഞാൻ അതിനുള്ള കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിൽ കാര്യങ്ങളെല്ലാം ചെയ്തു, എന്റെ മനസ്സിൽ ചെയ്തു. അത് മറ്റു രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ട് അതിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിഞ്ഞ് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായ സമയത്ത് ഞാൻ എന്നെ തന്നെ അതിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിരാശ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്നെ അടക്കാൻ കഴിയാത്ത ഒരു പൈശാചിക തലം കടന്നു വരുന്നു എന്നുള്ളത് അന്ന് ഞാൻ മനസ്സിലാക്കി. ജീവിതത്തിൽ അവൻ തോറ്റുപോയൊരു വ്യക്തിക്ക് ജീവിതത്തിനകത്ത്, അവൻ നഷ്ടബോധം സംഭവിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് നിരാശ കയറി കഴിഞ്ഞാൽ അവൻ എന്തും ചെയ്യാൻ മടിക്കത്തില്ല, അവൻ എന്തും ചെയ്യും. അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലേക്ക് ഞാൻ ചെന്നുപെട്ടു. എന്റെ ജീവിതത്തിൽ അങ്ങനെ വന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം രാത്രി ഏകദേശം 7 മണി ആയ സമയത്താണ്, സന്ധ്യാസമയമാണ്. അന്നൊന്നും ഞങ്ങൾക്ക് കരണ്ടൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണല്ലോ ആ സമയത്ത് ഞാൻ ഇങ്ങനെ 7 മണി ആയപ്പോൾ ഈ എന്റെ വീടിന്റെ മുകൾ ഭാഗം റബ്ബർ മരങ്ങളാണ്. റബ്ബർ മരങ്ങൾക്ക് ശേഷമായിട്ട് കുറച്ച് പറങ്കിമാവിൻ തോട്ടമുണ്ട്. കുറച്ച് പറങ്കിമാവ്, ഇച്ചിരി ഇരുണ്ട് നിറഞ്ഞ സ്ഥലമാണ്, അവിടെ കാടൊക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ്. ഈ പറങ്കിമാവായിരുന്നു എന്റെ ലക്ഷ്യം. ഇതിൽ കയറുക, ഞാന് ആത്മഹത്യ ചെയ്യുക എന്നുള്ള ചിന്തയിൽ തന്നെ ഞാൻ കടന്നുപോയി. റബ്ബർ തോട്ടം കടന്നു പോകണം, തട്ടുതട്ടായിട്ട് ഭൂമിയാണ്. എനിക്ക് സ്വയമായിട്ട് നടക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്, കാരണം ഞാൻ വടി പിടിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ഞാൻ നടന്നുപോയി ഈ പറങ്കി മാവിലേക്ക് ഞാൻ കയറിട്ടു. എന്നാൽ ആ സമയത്ത് ഞാൻ കേട്ടൊരു ശബ്ദം എന്നെ ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദമായിരുന്നു. ഞാൻ ഇതുവരെയും കേൾക്കാത്തൊരു ശബ്ദം. ഇതുവരെയും ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കാത്തൊരു മുഴക്കം പോലെ ഒരു ശബ്ദം ഞാൻ കേൾക്കുവാണ് തീർന്നു. എന്നോട് ഇങ്ങനെ ഒരു ശബ്ദം, ഒരു പുരുഷ ശബ്ദമാണ് ചോദിക്കുന്നത്, ഇന്ന് നീ മരിച്ചാൽ നീ എവിടെ പോകും? നിന്റെ ആത്മാവ് എവിടേക്കാണ് പോകുന്നതെന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിക്കാൻ എത്തുന്നു. ഞാൻ ഭയപ്പെട്ടു പോയി. കാരണം സന്ധ്യാസമയമാണ്, ഞാനൊരു പെണ്ണാണ്. ഞാൻ ഭയപ്പെട്ടത്, ദൈവമേ, ആരെങ്കിലും ആണോ എന്നെ ഭയപ്പെടുത്തുവാൻ, മറ്റാരുടെയെങ്കിലും ശബ്ദമാണോ എന്ന് ഞാൻ ചുറ്റുപാട് നോക്കി. ആരുമില്ല. വളരെ വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒരു മനുഷ്യനെ അവിടെ കാണാനില്ല. പക്ഷെ എന്നോട് ഇങ്ങനെ ഒരു ശബ്ദം എന്നോട് പറയുന്നത് കേട്ടുടനെ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു, നീ ഇറങ്ങിപ്പോ, നീ താഴേക്ക് പോ, നീ താഴേക്ക് ചെല്ല, നീ ബൈബിള് വായിക്കുന്നുള്ള ഒരു ശബ്ദം എന്നോട് സംസാരിക്കുന്നതായിട്ട്, എന്റെ ഹൃദയത്തിൽ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഈ ശബ്ദം കേൾക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് വലിയൊരു ഭയം കൂടി ഉണ്ടായി. എന്റെ ശരീരം മുഴുവൻ, കാൽപാദം മുതൽ എന്റെ മുടി വരെ, എന്റെ തലം വരെയും വിറയ്ക്കുകയായിരുന്നു. എന്റെ കൈകാലുകളെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് നടക്കുവാൻ ശേഷിയില്ലാത്തൊരവസ്ഥയിൽ ഞാൻ ആയിപ്പോയ സ്ഥലത്തുനിന്ന് ഞാൻ എങ്ങനെ ഓടിയെന്ന് എനിക്കറിയത്തില്ല. താഴേക്ക് എന്റെ കയ്യിലിരുന്ന വടിയും കൂടി ഞാൻ ഇട്ടേച്ചാണ് ഞാൻ ഓടുന്നത്. ഞാൻ ഓടി. അപ്പൊ 91 മണ്ഡല 90 എന്റെ വല്യമ്മച്ചി, എന്റെ പപ്പാടെ അമ്മയൊക്കെ, അമ്മ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. വല്യമ്മച്ചി മരിച്ചത് 90. അപ്പൊ വല്യമ്മച്ചിയുടെ ഒരു 4 കാലി പെട്ടി അവിടെ ഉണ്ട്.
അവിടെ എന്റെ ബൈബിൾ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. അപ്പൊ എന്നോട് പപ്പയും അമ്മയും ചോദിച്ചു, നീ എവിടെ പോയതാ? ഞാൻ പറഞ്ഞില്ല, ഞാൻ മുകളിലേക്കൊന്ന് പോയതാണെന്ന് പറയുവായിട്ട്. ശേഷമായിട്ട് ഞാൻ ആ റൂമിലേക്ക് വന്നു, എന്റെ ബൈബിള് തുറന്നു. ബൈബിള് തുറന്ന് ദൈവസന്നിധി ഞാൻ ബൈബിള് വായിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 42-ാം അധ്യായം അതിന്റെ 1-ാം വാക്യമാണ് ഞാൻ ഇങ്ങനെ വായിക്കുന്നത്. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വ്രതൻ എന്നുള്ള ആ വചനം ഞാൻ വായിച്ചു. ഞാൻ പലപ്പോഴും അത് വായിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ഹൃദയത്തിനകത്ത് ഇടപെട്ട ഒരു കാര്യമുണ്ട്. എന്റെ ഉള്ളം പ്രസാദിക്കുന്ന ആമേൻ ആ വ്രതനെ കുറിച്ച്, കർത്താവിനെ കുറിച്ചാണല്ലോ എന്നോട് പറയുന്നത്. ആമേൻ, എന്നോട് ഇടപെടുന്നത് അതാണല്ലോ. അതിന്റെ 6-ാം വാക്യം ഇങ്ങനെ കുരുട്ട് കണ്ണുകളെ തുറക്കുക. ആ വചനം കൂടെ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി, എന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് എന്തോ എന്നിൽ പ്രവർത്തിക്കുവാനുണ്ട്. ഇതുവരെ ഞാൻ അനുഭവിച്ചതോ ഇതുവരെ ഞാൻ കേട്ടതോ അല്ല. എനിക്ക് എന്റെ കർത്താവിനെ രുചിച്ചറിയേണ്ട ഒരു സമയമായ ഒരു സാഹചര്യമാണ് എന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആ വചനത്തിൽ കൂടി എനിക്ക് മനസ്സിലായി, കുരുട്ട് കണ്ണുകളെ തുറക്കുക. ഞാൻ അപ്പൊ അതുവരെ കടന്നു പോയത് എന്റെ കണ്ണുകൾ കുരുട്ടായിട്ടാണല്ലോ, എന്റെ കാഴ്ച നഷ്ടപ്പെട്ടവളായിട്ടാണ് ഞാൻ പോകുന്നത്. ഈ അഭിഷേകം പ്രാപിച്ച അന്യഭാഷ പറഞ്ഞ എന്റെ വ്യക്തി ജീവിതത്തിനകത്ത് ഞാൻ ഇതുവരെയും കടന്നു പോയത് കുരുട്ട് കണ്ണുകളെ കൊണ്ടാണ്. എന്റെ ഹൃദയത്തിനകത്ത് കുരുട്ട് ബാധിച്ചു, എന്റെ ചിന്തകളിൽ കുരുട്ട് ബാധിച്ചു. എനിക്ക് കണ്ണു തുറന്ന് കർത്താവിനെ ഒന്ന് കാണാൻ കഴിയാത്ത, ഹൃദയം തുറന്ന് എന്റെ കർത്താവിനെ ഒന്ന് അനുഭവിപ്പാൻ കഴിയാത്തവളായിട്ട് ഞാൻ കുരുടായി പോയ അവസ്ഥയിൽ കൂടിയാണ് ഞാൻ കടന്നുപോയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അമേൻ, സ്തോത്രം. അമേൻ. ആ വചനത്തിന്റെ 1 മുതൽ യെശയ്യാ പ്രവചനം 42-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തുടർമാനമായി വായിച്ചപ്പോൾ, ഹല്ലേലൂയ, ചതഞ്ഞ ഓട് അവൻ ഒടിക്കത്തില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയത്തില്ല എന്നുള്ള വചനപ്രകാരം എന്നെ ഒരിക്കലും, ഹല്ലേലൂയ, ദൈവം കൈവിടത്തില്ലെന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലാവുകയാണ് തുറന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, അതുവരെ ഞാൻ ദൈവശബ്ദം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അവൻ ദൈവിക വചനത്തിൽ കൂടി നമ്മൾ കേട്ടിട്ടുണ്ട്, ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ ആ വചനത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവികമായ നേരിട്ടുള്ളൊരു ഇടപെടൽ എനിക്ക് അന്നുണ്ടായി. എന്നോട് ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. നീ ദൈവസന്നിധി മുട്ടുമടക്കി. അന്ന് എനിക്ക് മുട്ടുമടക്കി ഒന്നും ഇരിക്കാൻ കഴിയത്തില്ല. കാരണം കാലുമടക്കി ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. എന്റെ ശരീരത്തിൽ ആ രോഗാവസ്ഥ ആയതുകൊണ്ട് അറിയാമല്ലോ, ഒട്ടും വയ്യാത്ത അവസ്ഥ. പക്ഷെ മുട്ടുമടക്കി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ മുട്ടുമടക്കി ആ 4 പെട്ടിയുടെ മുകളിലേക്ക് എന്റെ കൈകൾ അമർത്തി ബൈബിളിന്റെ മുകളിലേക്ക് 42-ാം യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിന്റെ ആ മുകളിലേക്ക് എന്റെ മുഖം അമർത്തിക്കൊണ്ട് ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ എന്റെ ഇന്നും എന്റെ ആ ബൈബിളിൽ ആ കണ്ണുനീരിന്റെ അടയാളമുണ്ട്. ആ എന്റെ കർത്താവിനോട് ഞാൻ ക്ഷമ പറയാൻ തുടങ്ങി. കർത്താവെ, ഞാൻ പാപം ചെയ്തു പോയി. ഇതുവരെ ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പാപം ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ദൈവമക്കളായിട്ട് ജീവിച്ചു, മാതാപിതാക്കള് ദൈവത്തെ അറിഞ്ഞവരായതുകൊണ്ട്, അതേ അനുഭവത്തിൽ കൂടി കടന്നു വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതുവരെ പാപം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള തിരിച്ചറിവ്. ഞാൻ പാപം ചെയ്തിട്ടില്ല, ഞാൻ ദോഷം ചെയ്തിട്ടില്ല, എന്റെ ഭാഗത്ത് കുറ്റങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള ചിന്തയാണ്. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കി, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ തെറ്റ് ചെയ്തു പോയി. ഞാൻ എന്റെ കർത്താവിനോട് ഏറ്റവും വലിയ പാപമാണ് ചെയ്തിരിക്കുന്നത്. മരിക്കുന്നവന്റെ മരണത്തിന് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ആ വചനത്തിന് മുമ്പ് ഞാൻ പാപം ചെയ്തു പോയി എന്നുള്ളത് ഞാൻ ആ ഒരു അവസ്ഥയിൽ ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിച്ചു തുടങ്ങിയ സമയത്ത് എന്നോട് എന്റെ ഹൃദയത്തിലേക്ക് പറയുകയാണ്, നീ 3 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറഞ്ഞു. 3 ദിവസം നീ ദൈവസന്നിധിയിൽ ഇരിക്കുക. ഞാൻ അങ്ങനെ പല സമയങ്ങളിൽ ഉപവസിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ഞാൻ ഉപവസിച്ചിട്ടുണ്ട്. അതിനു മുൻപ് 86-ലാണ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത്. ആ സമയത്ത് ഉപവസിച്ചിട്ടുണ്ട്. അന്ന് എന്റെ മേലൊരു വലിയൊരു ആത്മപകർച്ച ഉണ്ടായതാണ്. ആ വ്യക്തിയാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അന്ന് വീണ്ടും എന്നോട് പറയുന്നത്, നീ ഉപവസിക്കുക. കാരണം മരുന്നുകളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഉപവാസങ്ങളൊക്കെ കുറവായിരുന്നു. എന്നാൽ അന്ന് ഉപവസിക്കാൻ പറഞ്ഞ സമയത്ത് 3 ദിവസക്കാലം എന്റെ ദൈവസന്നിധിയിൽ എനിക്ക് തനിയെ ഞാൻ ഇരിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനകളൊന്നും ചർച്ചിൽ ആ സമയത്ത് ഇല്ല. ഞാൻ തനിയെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങി. 1-ാം ദിവസം ഇരുന്നു, 2-ാം ദിവസം ഇരുന്നു, 3-ാം ദിവസം ഇരുന്നു. 3-ാം ദിവസം ഇരുന്ന് എന്റെ കാലുകളിലേക്ക് ഞാൻ നോക്കുമ്പോൾ എന്റെ കാലിൽ ഉണ്ടായിരുന്ന പഴുപ്പും മുറിവുകളും എല്ലാം കരിഞ്ഞിരിക്കുന്നു. ആ പാടുകളുണ്ട്, പക്ഷെ മൊത്തം ആ രക്തമൊഴുകിക്കൊണ്ടിരുന്നതും പഴുപ്പൊഴുകിക്കൊണ്ടിരുന്നതും എല്ലാം നിന്നു പോയിരിക്കുന്നു. ഞാൻ അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ദൈവത്തെ ഞാൻ രുചിച്ചറിഞ്ഞവൻ. ദൈവത്തെ ഞാൻ രുചിച്ചറിഞ്ഞത് അന്നാണ്. ദൈവത്തെ ഞാൻ അനുഭവിച്ചതറിഞ്ഞ, എന്റെ കർത്താവിനെ ഞാൻ അനുഭവിച്ചറിഞ്ഞത് അന്നാണ്. ദൈവം രോഗസൗഖ്യം ദൈവം തരുന്നുവെന്ന്, കർത്താവ് തരുന്നുവെന്ന് ഞാൻ കേട്ടിട്ടുള്ളതല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിച്ചറിഞ്ഞു. 3-ാം ദിവസം എന്റെ ശരീരത്തിലെ ആ രോഗത്തിന്റെ മുറിവുകളെല്ലാം കരിഞ്ഞു, പൂർണ്ണമായ സൗഖ്യമുണ്ട്. അപ്പം പിറ്റേ ദിവസം എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, നീ മരുന്ന് കഴിച്ചില്ലല്ലേ, 2-3 ദിവസമായിട്ട് മരുന്ന് കഴിച്ചില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല പപ്പാ, ഞാൻ കഴിച്ചില്ല. എന്നാ നീ കഴിക്കണം കേട്ടോ, പഴയ പോലെ ഇനി കൂടാൻ അനുവദിക്കരുത്, നീ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പപ്പായുടെ നിർബന്ധ പ്രകാരം വീണ്ടും ഞാൻ 3 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും മരുന്ന് കഴിക്കാൻ തുടങ്ങി. എന്നാൽ 3 ദിവസം കഴിഞ്ഞ് മരുന്ന് കഴിച്ച് 4-ാം ദിവസം ഞാൻ കഴിച്ച് 5-ാം ദിവസം വീണ്ടും അതുപോലെ തന്നെ ചെറിയ തോതിലെ പഴുപ്പ്
തുടങ്ങുവാണ് തീർന്നു. അന്ന് ഞാൻ പപ്പയോട് പറഞ്ഞു, അപ്പൊ ഇനി ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, മരുന്നൊക്കെ മാറ്റി വെച്ച ശേഷം ദൈവത്തോട് വീണ്ടും സമർപ്പിച്ച്, കർത്താവെ ഞാൻ വീണ്ടും തെറ്റ് ചെയ്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മരുന്ന് മാറ്റി വെച്ച് വീണ്ടും ദൈവസ്ഥാനയിൽ ഒന്ന് ഒരു ദിവസം കൂടെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. അതോടുകൂടി ഇന്നുവരെയും എന്റെ ശരീരത്തിൽ അങ്ങനെ ഒരു രോഗബാധ എന്ന് വരെ എന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ അതിന്റെ പിന്നിൽ എനിക്ക് പിന്നീടാണ് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. എന്റെ ഒരു ഡോക്ടർ ഒരു സംശയം പറയാൻ എടുത്തിരുന്നു. അതിനു മുൻപ് ഒരാഴ്ച മുൻപ് ഒരു ഡോക്ടർ ഇങ്ങനെ ഒരു സംശയം പറഞ്ഞു, എന്റെ ശരീരത്തിൽ ഈ രക്തം ഒന്ന് നോക്കണം, നിനക്ക് ഷുഗറിന്റെ പ്രയാസം ഉണ്ടാകും, അതുകൊണ്ടായിരിക്കാം നിനക്ക് ഇങ്ങനെ രോഗം ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞ നിമിത്തമായിട്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് ഷുഗർ കൂടുതലാണ്. എനിക്ക് 20 വയസ്സായപ്പോൾ ഷുഗർ കൂടുതലാണ്, വളരെ കൂടുതലായിട്ട്. എന്നോട് ഡോക്ടർ ചോദിച്ചു, നീ പഞ്ചസാര തിന്നുന്ന വ്യക്തിയാണ്, നീ പഞ്ചസാര കലക്കി കുടിക്കുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ അതിനുശേഷം കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞാൻ ഷുഗറിനെ നോക്കിയപ്പോ എനിക്ക് ഷുഗറോ രോഗങ്ങളെ എന്റെ ശരീരത്തില്ല. കാരണം അന്ന് എനിക്ക് അതോടുകൂടി ആ രോഗസൗഖ്യം ദൈവം എനിക്ക് നൽകി തന്നു, ആ ഷുഗറിന്മേലുള്ള രോഗസൗഖ്യം എനിക്ക് നൽകി തന്നു. പിന്നെ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയുവാനുണ്ട്. ഈ ഡോക്ടറെ ഞാൻ 3ാമത്തെ പ്രാവശ്യം ഡോക്ടറെ കാണിക്കുമ്പോൾ എന്റെ ഈ കാലിന്റെ വ്രണം എന്റെ വളരെ ആഴത്തിലുള്ളൊരു മുറിവുണ്ടായിരുന്നു. മുറിവുണ്ടായിരുന്ന സമയത്ത് എന്റെ പിതാവിനോട് ഡോക്ടർ പറയുവാൻ എടുത്തിരുന്നു, അവളുടെ കാലിനി ഇത് കൂടുതൽ ഇങ്ങനെ ഈ വ്രണം ഇങ്ങനെ കൂടിക്കൂടി വരുവാണെങ്കിൽ കാല് മുറിച്ച് മാറ്റി കളയേണ്ടി വരും എന്ന് പറയുവാൻ എടുത്തത്. അപ്പൊ ഇത് കേട്ടതാണ് എന്റെ ജീവിതത്തിനകത്ത് ഈ മരണത്തിലേക്ക് ഞാൻ ചിന്തിക്കാൻ കാരണം. സ്വയമായ ഒരു ആത്മഹത്യ ചിന്ത എന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ കാരണം ഈ ഒരു ഡോക്ടറിന്റെ പിതാവിനോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞത് കൊണ്ടാണ്. എന്റെ കാല് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ താല്പര്യമില്ല, വേണ്ട, അങ്ങനെ ഒരു നിരാശ കൊണ്ട് എന്റെ ജീവിതത്തിൽ അന്ന് ഉണ്ടാകാനെടുത്തത്. ദൈവമായ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്തൊരു വലിയ അത്ഭുതമാണ് ഈ രോഗസൗഖ്യം. പിന്നീട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാൻ 3 ദിവസം ഉപവാസം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ തുറന്നു, നീ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ പറഞ്ഞു. കർത്താവിന്റെ വേലയ്ക്കായിട്ട് നിന്നെ ഒന്ന് സമർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 3 ദിവസത്തിനുള്ളില് 3ാമത്തെ ദിവസം ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എന്നെ തന്നെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് സമർപ്പിക്കാൻ ഇടയായിരുന്നു. ദൈവത്തോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, കർത്താവെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ എന്നെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് സമർപ്പിക്കാം, പക്ഷെ ആരും അറിയരുത്, ഒരു മനുഷ്യനും അറിയരുത്, അങ്ങ് ആരോടും അത് പറയുകയും ചെയ്യരുത്, ഒരു മനുഷ്യനോടും പറയുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നാൽ 1991 ഡിസംബർ മാസത്തില് എനിക്ക് എന്റെ അമ്മയുടെ സഹോദരങ്ങളുടെ മക്കളൊക്കെ ഡൽഹിയിലുണ്ട്. അങ്ങനെ ഒരു യാത്രയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന നടന്നു. ഒരു ദൈവദാസൻ, ഒരു ദൈവിക പ്രവചന ശുശ്രൂഷയുള്ള ഒരു ദൈവദാസന്റെ അടുത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോകേണ്ടതായി വന്നു. ആ സമയത്ത് ആ ദൈവദാസന് എന്നോട് ഇങ്ങനെ ചോദിപ്പാടെത്തിരുന്നു, നീ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അന്നാണ് എല്ലാവരും അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ തയ്യാറെടുത്തിരുന്നു, ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നത് എന്റെ മാതാപിതാക്കളും എന്റെ അമ്മയുടെ വീട്ടുകാരും ഒക്കെ അറിയുന്നത് അങ്ങനെയാണ്. ഞാൻ ആത്മഹത്യ ശ്രമിച്ചതും അതുപോലെ തന്നെ എന്നെ തന്നെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഞാൻ സമർപ്പിച്ചു എന്നുള്ളതും അവരന്നാണ് അറിയുന്നത്. ഞാൻ രഹസ്യമായിട്ട് വെക്കാനായിട്ട് ആഗ്രഹിച്ചു, പക്ഷെ രഹസ്യമാക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല. ദൈവം അത് ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ, എന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തുവാണ് തരുന്നത്. കാരണം രഹസ്യങ്ങളെ അറിയുന്ന ദൈവം, ഞാൻ എന്ത് തീരുമാനമെടുത്താലും രഹസ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം ഹല്ലേലൂയ അത് വെളിപ്പെടുത്തി തന്ന് എന്നെ അത് മനസ്സിലാക്കിയത്. കാരണം ഞാൻ ഒരിക്കലും ഈ രഹസ്യം എന്റെ ജീവിതത്തിൽ ഞാൻ രഹസ്യമായിട്ട് സൂക്ഷിക്കുമായിരുന്നെങ്കിൽ പിന്നത്തേത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അറിയാവോ? അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങത്തില്ല, പിന്നത്തേത് ഞാൻ ഇറങ്ങത്തില്ല. പക്ഷെ ഈ ദൈവിക വാക്കുകൾ പ്രവാചകനാ ദൈവദാസൻ ഈ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഭയമായി. കാരണം ഇനി എനിക്ക് കർത്താവിനെ കളിപ്പിക്കാൻ കഴിയത്തില്ല, കർത്താവിൽ നിന്ന് എനിക്ക് മാറി ഒളിക്കാൻ കഴിയത്തില്ല. ദൈവം എന്നെ കണ്ടിരിക്കുന്നത് കൊണ്ട് അവന് വേണ്ടി ഞാൻ ഇറങ്ങി കർത്താവിന്റെ വേല ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നെ എപ്രകാരമാണോ ദൈവം ആഗ്രഹിക്കുന്നത്, എന്നിൽ കൂടി ആഗ്രഹിക്കുന്നത്, അതിനായിട്ട് കർത്താവെ എന്നെ തന്നെ വീണ്ടും സമർപ്പിക്കുന്നു എന്നാണ്. ഡിസംബർ മാസത്തിൽ വീണ്ടും ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു. എന്നാൽ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ എനിക്കൊരു ജോലി വേണം, ചെറിയൊരു ജോലിയുണ്ട്. ഞാൻ 10ാം ക്ലാസ് പഠിച്ച ശേഷമായിട്ട് ടൈപ്പ് ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിക്കാൻ എത്തുന്നു. അതിനുശേഷമാണ് ഡൽഹിയിൽ ഞാൻ ജോലി ഏകദേശം ഒരു 4-4.5 വർഷക്കാലം അവിടെ ജോലി ചെയ്തു. എന്നാൽ ആ ജോലിയിലൊന്നും എനിക്ക് സ്ഥിരമായി നിൽപ്പാൻ കഴിഞ്ഞില്ല. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അനേക പ്രതിസന്ധികൾ ആ 4.5 വർഷക്കാലം ഞാൻ അനുഭവപ്പെടാൻ. അവിടെ ആ ഒരു പ്രതിസന്ധി ഞാൻ അനുഭവിച്ചത് മുഖാന്തരമായിട്ട് എന്റെ ജീവിതത്തിൽ ഒന്നുകൂടി ഞാൻ ഉറയ്ക്കുവാൻ, ആ പരീക്ഷണത്തിൽ കൂടി ഞാൻ ദൈവസന്നിധി കൂടുതൽ ഉറയ്ക്കുവാനായിട്ട് എനിക്ക് കാരണമായി തീർന്നു എന്നുള്ളതാണ്. ആ ഡൽഹിയിൽ ഞങ്ങളുടെ ചർച്ചിൽ ഉണ്ടായിരുന്നത് FGC ഫുൾ ഗോസ്പൽ ചർച്ച്,
ബാബു കെ ജോൺ പറഞ്ഞൊരു ദേവദാസനായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ ആ ശുശ്രൂഷകളൊക്കെ എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. ഒരു ആത്മപകർച്ച ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയൊരു ആത്മതലത്തിൽ കൂടിയൊക്കെ ഞാൻ കടന്നു പോകാൻ തീർന്നു. ആ സമയത്താണ് കർത്താവിന്റെ മേലെ തന്റെ കൃപാവരങ്ങളാൽ എന്നെ നിറയ്ക്കുകയും ശക്തമായി ആ കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ആ കാലഘട്ടങ്ങളിൽ കൊണ്ടുവരുവാനും തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ആ കാലഘട്ടത്തിൽ എന്നെ ഉപയോഗിപ്പാണ് തീർന്നു. പിന്നത്തേതിൽ 1995 ഞാൻ ഭവനത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ എന്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ സ്ഥാനപ്പെട്ട പരിശുദ്ധ പ്രാപിച്ചു കഴിഞ്ഞ ശേഷം 17ാമത്തെ വയസ്സിൽ ഞാനൊരു സ്വപ്നം കാണുവാൻ തീർന്നു. ഞാന് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. രാത്രിയില് എന്റെ അമ്മയുടെ അമ്മ ജീവിച്ചിരിക്കുന്ന സമയമാണ്. എന്റെ വിവാഹം നടക്കുന്നു. ആ വിവാഹം നടക്കുന്ന വ്യക്തിയെ കുറിച്ച് ദൈവം എന്നെ കാണിപ്പാൻ തുറന്നു. ഞാൻ കണ്ട ആ വ്യക്തി തന്നെയാണ് ഇന്ന് എന്റെ ഭർത്താവായിട്ട് അമ്മൻ കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ ഒന്നിച്ചായിരിക്കുന്നു. എന്നെ കാണിച്ചതുപോലെ അമ്മൻ ഹല്ലേലൂയ, ദൈവം എന്റെ ജീവിതത്തിൽ ഒരു കർത്താവിനെ അറിഞ്ഞ കർത്താവിന് വേണ്ടി ശ്രേഷ്ഠമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനെയാണ് കർത്താവിന്റെ ജീവിതത്തിൽ നൽകി തന്നെ. ചെറുപ്രായത്തിൽ കാണിച്ചതുപോലെ തന്നെ എന്റെ 26ാമത്തെ വയസ്സിൽ എന്റെ വിവാഹം നടക്കുവാൻ തീർന്നു. ദൈവം എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് 2 മക്കളെ ദൈവം നൽകി തന്നു. ഞങ്ങളെ 1998 ഞങ്ങളുടെ വിവാഹം കഴിയുന്നത്. അതിനുശേഷമായിട്ട് കർത്താവിന്റെ വേലയിൽ ഞങ്ങള് പലയിടങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യാൻ തുറന്നു. ഈ കോട്ടയം ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലകൾ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും അത് കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലൊക്കെ വലിയ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവം എനിക്ക് ഇടവരുത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ അനുഭവത്തിൽ കൂടി ഞാൻ ഈ മരണകരമായ വിഷയത്തിൽ ആത്മഹത്യ ചെയ്യാൻ ഇടയായ സാഹചര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് നിരാശ കടന്നു വന്നു കഴിഞ്ഞാൽ നാം ഇപ്പോ കണ്ടുവരുന്ന ഒരു പ്രത്യേകമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്ന മനുഷ്യനൊക്കെയും ആത്മഹത്യ ചെയ്യുന്ന ഒരു തലം, പെട്ടെന്നൊരു നിരാശ കയർന്നു വരുമ്പോൾ എടുത്തു ചാടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ ഇടങ്ങളിലൊക്കെ അങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കുവാണ് തീർന്നു. കഴിഞ്ഞ 1-2 മാസത്തിനിടയിലൊക്കെ ഞാൻ എപ്പോഴൊക്കെ ഓർക്കും, കർത്താവേ അമ്മൻ ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ആ ഒരു നിമിഷ നേരത്തെ ഞാനത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് നിന്നെ സാക്ഷീകരിപ്പാനോ എന്റെ അപ്പന് വേണ്ടി നിലകൊള്ളാൻ എനിക്ക് കഴിയത്തില്ല. അങ്ങനെ ഒരു നിരാശയുടെ അനുഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അവൻ എന്ത് ചെയ്യാൻ തയ്യാറായ ഒരു മനസ്സിനുടമയായി വരും. അത് പിശാച് അവനില് ആ പിശാച് അവന്റെ ഹൃദയത്തിൽ അങ്ങ് പ്രവർത്തിക്കുകയാണ്. ആ ചിന്ത കയറി വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യാനുള്ളൊരു മനസ്സ് പിശാചനാൽ അങ്ങനെ വരികയാണ്. ആ നിരാശ കടന്നു വരും. അപ്പം എന്റെ ജീവിതത്തിൽ ഈ അനുഭവം കടന്നു വന്നതുകൊണ്ട് പല വ്യക്തികളെയും ജീവിതത്തിലേക്ക് എനിക്ക് എന്റെ അനുഭവം വെച്ച് സംസാരിപ്പാൻ എനിക്കിട വന്നിട്ടുണ്ട്. ഒരു അനുഭവം എന്റെ സാക്ഷ്യത്തിൽ തന്നെ ഞാൻ മറ്റൊരു സാക്ഷ്യം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് 3-4 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ എന്നെ ഒരു സഹോദരി വിളിപ്പാടെ തുറന്നു. അവരെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് അവരകപ്പെട്ടു. അവർക്ക് 3 കുഞ്ഞുങ്ങളാണ്. ഒരു വലിയ പ്രതിസന്ധിയിൽ അവർക്കൊരു വലിയ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ഒരവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ടായി. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു അഡ്മിഷന് വേണ്ടി അവര് പൈസ കടമെടുത്തതാണ്. അതൊരാൾക്ക് കൊടുത്തു, നഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള വഴി ഒരു LBBSന്റെ അഡ്മിഷന് വേണ്ടി ആയിരുന്നു. അവർക്കത് ലഭിച്ചില്ല. കുഞ്ഞുങ്ങൾക്കത് ലഭിച്ചില്ല. അഡ്മിഷന് വേണ്ടി അവർ പൈസ കൊടുത്തത് മുഴുവൻ നഷ്ടപ്പെട്ട് ഏജന്റ് കൊണ്ടുപോവുകയും ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് സീറ്റും കിട്ടിയില്ല. ആ സമയത്ത് 3 കുഞ്ഞുങ്ങളാണ്. 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അവർ ആദ്യം അത് ചെയ്തത്. 3 കുഞ്ഞുങ്ങൾ നല്ല മിടുക്കരായ കുഞ്ഞുങ്ങൾ, പഠിക്കുവാൻ നല്ല മിടുക്കരായ കുഞ്ഞുങ്ങളാണ്. പക്ഷെ പെന്തക്കോസ്ത് അനുഭവത്തിൽ തന്നെ ജീവിക്കുന്ന മക്കളാണ് അവര്. എന്നാൽ ഒരു പകല് ഇങ്ങനെ ഈ അവസരത്തിൽ കൂടി അവർ കടന്നു പോകുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ അവർ 4 പേരും കൂടി, 3 മക്കളും അമ്മയും കൂടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവര് തയ്യാറെടുത്തു. ഒരു ദിവസം അവർ തയ്യാറെടുത്തു. എന്നാൽ അന്ന് രാത്രി അവർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ഒരു പ്രഭാത സമയത്ത് ഒരു 5 മണിയായപ്പോ എന്നെ അവർ വിളിപ്പാടെത്തുന്നു. ആ അമ്മ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, നിന്നോട് ഞാൻ ഇത് പറഞ്ഞ ശേഷം ഞാൻ ഇത് ചെയ്യും, ഇന്നോ നാളെ ഞാൻ ഇത് ചെയ്യുമെന്ന് വെച്ചു. ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അന്ന് അവരോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നീ ഒരു 3 ദിവസക്കാലത്തേക്ക് ഇത് ചെയ്യണ്ട. എന്റെ അനുഭവം ഞാനിങ്ങനെ പറഞ്ഞു 3 ദിവസക്കാലത്തേക്ക് നീ ഇത് ചെയ്യരുത്. ദൈവം നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിപ്പാനുണ്ട്. എന്റെ ജീവിതത്തിൽ എന്റെ രോഗങ്ങളെ സൗഖ്യമാക്കിയ ദൈവം, എന്റെ വിഷയങ്ങൾക്ക് അവൻ വിടുതൽ തന്ന ദൈവത്തിന്, എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവശബ്ദം കേട്ട് എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് നിങ്ങളെയും വിടുവിപ്പാൻ കഴിയുമെന്ന് ഞാൻ അവരോട് പറയാനെടുത്തിരുന്നു. ആ ദിവസങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് അവരുടെ കുഞ്ഞുങ്ങള് മൂത്ത 2 കുഞ്ഞുങ്ങൾ 3-ാം വർഷവും, ഇളയ കുഞ്ഞ്
1-ാം വർഷമായിട്ട് MBBS പഠിക്കുകയാണ്. ദൈവം അവരെ വിടുവിച്ചു. അവരുടെ കടം മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ദൈവം അവർക്ക് നല്ല വിജയം കൊടുത്തു. അവർ എൻട്രൻസ് ഒക്കെ പാസ്സായി. ആ കുഞ്ഞുങ്ങൾ ഇന്ന് തുടർമാനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നിരാശയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ വിടുവിക്കുന്നവനാണെന്നുള്ളത് എന്റെ സാക്ഷ്യം തന്നെയാണ്. അതിനകത്ത് എനിക്കത് മറ്റുള്ളവരോട് പറയാൻ കഴിയുന്നത് തന്നെ എന്റെ സാക്ഷ്യം കൊണ്ടാണ്. എന്റെ ഈ സാക്ഷ്യത്തിനകത്തൂടെയും അനേകർ ഇത് കേൾക്കുന്നുവെങ്കിൽ ആമേൻ അരോമ TV-യിൽ കൂടിയുള്ള പ്രേക്ഷകർക്ക് ഇത് കേൾക്കുമ്പോൾ ആമേൻ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ നിരാശയിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ, രോഗത്തിൻ്റെതായ കഷ്ടങ്ങൾ ആകട്ടെ, അല്ലെങ്കിൽ മാനസികമായ സങ്കടങ്ങൾ കൂടി ആകട്ടെ, അല്ലെങ്കിൽ മക്കളെ കുറിച്ചോ അല്ലെങ്കിൽ തലമുറകളെ കുറിച്ചോ മറ്റ് മാതാപിതാക്കളെ കുറിച്ചോ ഏത് സങ്കടങ്ങളാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവം അതിനെല്ലാം വിടുവിപ്പാൻ ദൈവശക്തനാണെന്നുള്ള എന്റെ ജീവിതത്തിനകത്തെ സാക്ഷ്യത്തിൽ കൂടിയാണ്. എന്റെ ദൈവം എന്നെ വിടുവിച്ച, എന്റെ മാനസിക സംഘർഷങ്ങൾ എന്നെ വിടുവിച്ച, എന്റെ കഷ്ടങ്ങൾ എന്നെ വിടുവിച്ച, എന്റെ രോഗങ്ങൾ എന്നെ വിടുവിച്ച് എന്നെ സൗഖ്യമാക്കി എന്റെ ദൈവത്തെ കുറിച്ച് ഹല്ലേലൂയ ആമേൻ ഞാനിത് അങ്ങനെ ഒരു അനുഭവ സാക്ഷ്യമാണ് എന്റെ ജീവിതത്തിനകത്തുള്ളത്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഹല്ലേലൂയ വീണ്ടും എനിക്ക് പറയുവാനുള്ളത് മറ്റൊരു ശാരീരിക രോഗത്തെ കുറിച്ചുണ്ട്. ശരീരത്തില് ആമേൻ ഹല്ലേലൂയ ശ്വാസതടസ്സങ്ങളാൽ ഞാൻ വളരെ ഭാരപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇന്ന് ഞാനിത് സംസാരിക്കുവാൻ പോലും എനിക്ക് ശബ്ദം ബലഹീനമായിരുന്നു. ഒരു 2 മാസം മുമ്പ് വരെയും എനിക്ക് അതിനുള്ള ശബ്ദം എനിക്കൊന്ന് നന്നായിട്ടൊന്ന് സംസാരിക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നും എനിക്ക് ഈ അസുഖങ്ങളാണ്. എപ്പോഴും ഈ അസുഖങ്ങളായിരുന്നു. എന്നാൽ അവിടെയും ദൈവം എനിക്ക് ഇന്നിങ്ങനെ സാക്ഷി പറയുവാൻ തക്കവണ്ണം ദൈവം എന്റെ ശ്വാസത്തെ നിയന്ത്രിച്ച് എന്റെ ശരീരത്തിന് ബലം നൽകി തന്നുകൊണ്ട് ഇങ്ങനെ ഒരു സാക്ഷി പറയുവാൻ തക്കവണ്ണം ദൈവം എന്നെ ബലപ്പെടുത്തിയതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവിന് നന്ദി അർപ്പിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എന്നെ കേൾക്കുന്ന ഓരോ പ്രേക്ഷകരോടും പറയുവാനുള്ളതും ഇത് തന്നെയാണ്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ തന്റെ പ്രവൃത്തികൾ അത്ഭുതമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, ആമേൻ സൗഖ്യമാക്കുന്ന ദൈവം, ഹല്ലേലൂയ ദുഃഖങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. നമുക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ കാൽവരി ക്രൂശിൽ 3 ആണിയിൽ തൂങ്ങി ആമേൻ ഹല്ലേലൂയ മരിച്ചടക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ നമുക്ക് രക്ഷയുള്ളെന്ന് നാം എപ്പോഴും വിളിച്ചു പറയുന്നത്. നമ്മൾക്ക് ഓരോരുത്തരും നമ്മൾ എപ്പോഴും വിളിച്ചു പറയുന്നവരാണ്. യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ആമേൻ രക്ഷയുള്ളൂ എന്ന്. അങ്ങനെയെങ്കിൽ ആ രക്ഷകനായ കർത്താവിൽ കൂടി മാത്രമേ നമുക്ക് ആമേൻ നിത്യരക്ഷയുള്ളൂ. ഹല്ലേലൂയ. നിത്യമായ രക്ഷയിലേക്ക് ഇങ്ങനെ ദൈവവചനത്തിൽ പറയുന്ന ഒരു വചനമാണ് ആമേൻ മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല, ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഞാനത് ചെയ്യുവാൻ ആഗ്രഹിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും അത് നിത്യതയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. അവർ നിത്യനരകത്തിലേക്ക് പോകുന്നു. ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ ഞാനൊന്ന് മരിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിത്യനരകത്തിൽ പോകേണ്ടവളായിരുന്നുവല്ലോ. എനിക്ക് നിത്യരക്ഷ ദൈവം തന്നത് എന്നെ അതിൽ നിന്ന് വിടുവിച്ചത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഈ മരണത്തിലേക്ക്, നിത്യനരകത്തിലേക്ക്, ഞാൻ നിത്യമായ ഒരു മരണത്തിലേക്ക് ഞാൻ പോകുമായിരുന്നല്ലോ. ആമേൻ ഹല്ലേലൂയ. ആ നിത്യമരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ച എന്റെ ദൈവം ഹല്ലേലൂയ എന്നെ സൗഖ്യമാക്കിയ ദൈവത്തെ ഞാൻ വീണ്ടും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കണ്ണുനീരോടെ കടന്നുപോയ ആ സാഹചര്യങ്ങളിലെല്ലാം ദൈവം എന്നെ ആമേൻ ഇത്രത്തോളം വിടുവിച്ചു. വീണ്ടും ഞങ്ങള് ഈ മണർകാടിന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങൾ പുതുപ്പള്ളിയില് അതുപോലെ മണർകാട് സ്ഥലങ്ങളിലൊക്കെയും വാടകയ്ക്ക് താമസിച്ചു. കുറേ വർഷങ്ങളോളം 16 വർഷക്കാലം ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾക്കൊരു സ്വന്തമായ ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവമേ ഞങ്ങൾക്ക് സ്വന്തമായ ഭവനമില്ല, സ്വന്തമായ ഒരു ഭവനം ഞങ്ങൾക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തിരുന്നു, കർത്താവിന്റെ സ്വന്തമായ ഒരു ഭവനം നൽകുകയാണെങ്കിൽ ഭവനത്തിൽ തന്നെ ഒരു പ്രാർത്ഥനാ ക്രമീകരണം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഞാൻ എന്റെ ദൈവസന്നിധി തീരുമാനം എടുത്തൊരു കാര്യമാണ്, ഒരു പ്രാർത്ഥനാ ക്രമീകരണം ചെയ്തു കൊള്ളാമെന്ന്. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് 2016 ഈ ഭവനം തന്നു. ഭവനത്തിൽ ഞങ്ങൾ താമസമാക്കി. അവിടെ തന്നെ ഒരു ആരാധന നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ ഒരു വീടിന് മുകളിലായിട്ട് തന്നെ ഒരു ആരാധനാ ക്രമീകരണം ഉണ്ടായി. അങ്ങനെ അവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ ചർച്ച് മിനിസ്ട്രി ആയിട്ട് ചെയ്യുന്നത്, കർത്താവിന്റെ വേല ചെയ്യുന്നത്. അവിടെ കുറച്ച് ആത്മാക്കളൊക്കെ കടന്നു വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ആ ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നിൽക്കുന്നു. അതുപോലെ കർത്താവിന്റെ ദാസന് ബൈബിൾ കോളേജിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. എന്റെ ജീവിതത്തിൽ മറ്റൊരു അനുഭവം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച കാര്യത്തെക്കുറിച്ച് ആമേൻ ഹല്ലേലൂയ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്റെ കൂട്ടുകാരെല്ലാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. എന്റെ ബാല്യകാലത്തിലെ ഒരു 1-2 കാര്യങ്ങളോട് ഞാൻ പറയുന്നു. എന്റെ കൂട്ടുകാരെല്ലാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, എനിക്ക് മാത്രം കിട്ടുന്നില്ല. ഞാന്
ദൈവത്തോട് ചോദിച്ചു, കർത്താവെ എനിക്ക് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാഭിഷേകം കിട്ടാത്തത്? ഞാനത് എന്തുകൊണ്ട് ഇത്ര നാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല? അങ്ങനെ 3 ദിവസക്കാലം സഭയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുവാണ്. അന്ന് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അന്ന് വൈകിട്ട് ഞാൻ ദിവസം ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇന്ന് എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം തരണം. എന്റെ മേലൊരു അഭിഷേകം ദൈവം എനിക്ക് നൽകി തന്നാലേ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എന്റെ മേൽ പരിശുദ്ധാത്മാഭിഷേകം തരണം. ഞാൻ ദൈവത്തോട് ഇങ്ങനെ ദൈവസന്നിധി കരയുകയാണ്. കണ്ണുനീരോടെ ഞാൻ ദൈവസന്നിധി നിലവിളിക്കും, കർത്താവ് എനിക്കത് വേണം, എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം വേണം, അന്യഭാഷ എനിക്ക് വേണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ച്, ഞങ്ങളുടെ IPC ചർച്ചിലാണ്. അവിടുന്ന് ശകലം കുറച്ച് മുകളിൽ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരല്പം മാറിയാണ് ചർച്ച്. അപ്പൊ ചർച്ചിൽ വൈകിട്ട് പ്രാർത്ഥന നടക്കുന്നതും അവിടെ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ എനിക്ക് കേൾക്കാൻ കഴിയും. കാരണം എന്റെ വെല്ലുമിച്ച് ജീവിച്ചിരിക്കുന്ന സമയം ആയതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ എപ്പോഴും വീട്ടിൽ വേണം. ഒന്നുകിൽ എന്റെ സഹോദരൻ ഉണ്ടാകും, അല്ലെങ്കിൽ അമ്മയിരിക്കും, അല്ലെങ്കിൽ ഞാനിരിക്കും. മറ്റുള്ളവർ പ്രാർത്ഥനയ്ക്ക് കടന്നു, ഒരാൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ അന്ന് ഞാനാണ് ഇരുന്നത്. ഞാൻ അന്ന് രാത്രിയിൽ അന്ന് വെല്ലുമിച്ചിക്ക് കൂട്ടായിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ വെല്ലുമിച്ച് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ വെല്ലുമിച്ചിക്കുണ്ട്. അസ്വസ്ഥതകൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. സംസാരത്തിലൊക്കെയും വല്ലാത്തൊരവസ്ഥയിൽ കൂടി കടന്നു. അപ്പൊ വെല്ലുമിച്ച് എന്നോട് ചോദിച്ചു, നീ എന്നാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ, വെല്ലുമിച്ച് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ വെല്ലുമിച്ച് പറഞ്ഞു, നിനക്കത് കിട്ടും, നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാന് എന്റെ ചർച്ചിന്റെ ഞങ്ങളുടെ ആരാധനാ സ്ഥലത്തു നിന്നും 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കും. അവിടെയും കാത്തിരിപ്പ് യോഗം നടക്കുവാണ്. അപ്പൊ വൈകിട്ടത്തെ പ്രാർത്ഥന അവിടെ നടക്കുമ്പോൾ അവിടെ ജനമെല്ലാം ആത്മാവിൽ ആരാധിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ഒക്കെ എനിക്ക് നന്നായിട്ട് കേൾക്കാൻ കഴിയും. ഞാൻ ആ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തോട് പറഞ്ഞു, കർത്താവെ അവരുടെ ഒരു അഭിഷേകത്താൽ അവർ നിറഞ്ഞുവെങ്കിൽ എന്നെയും അതിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. എന്റെ മേലൊരു എന്റെ ശരീരത്തിലേക്ക് ഒരു ശക്തമായ ഒരു ആഞ്ഞടിക്കുന്ന പോലെ ഒരു കാറ്റ് എന്റെ ശരീരത്തിലേക്ക് അടിക്കാൻ തുടങ്ങി. അടിച്ച സമയത്ത് ഞാൻ എന്റെ നിയന്ത്രണം വിട്ടു. എന്റെ മേലെ ഒരു തീയുടെ അനുഭവം എനിക്ക് ഉണ്ടാവുക അടുത്തുറന്നു. ആ കാറ്റിനാൽ എനിക്കൊരു തീ പോലെ എനിക്ക് തോന്നി. എന്റെ ശരീരത്തിൽ ഞാൻ അന്യഭാഷ പറയാൻ തുടങ്ങി. ഞാൻ ആത്മാവിൽ നിറഞ്ഞു ഞാൻ അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പറഞ്ഞ് അന്ന് രാത്രി മുഴുവൻ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ആരും കേൾക്കണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്റെ വായിൽ നിന്ന് അന്യഭാഷകൾ ഇങ്ങനെ രാത്രി മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം ഏകദേശം 3 ദിവസക്കാലം മുഴുവൻ എനിക്ക് മലയാളം വാക്കുകൾ ഞാൻ പറയാറേ ഇല്ല. 3 ദിവസവും ഞാൻ സംസാരിക്കുന്ന അന്യഭാഷയുടെ വാക്കുകളായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതെന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് പ്രാപിച്ചതെങ്കിലും ഞാൻ ദൈവത്തോട് കർത്താവ്, ഞാൻ ഒറ്റയ്ക്ക് എന്റെ മേലെ ദൈവം എനിക്കിത് നൽകി തന്നല്ലോ. ഈ അനുഭവം എനിക്ക് ഒറ്റയ്ക്കാണല്ലോ. അങ്ങനെ ആ 3 ദിവസം സംസാരിച്ചു. എന്നാൽ പിറ്റേ ദിവസം സൺഡേ ആണ്. സൺഡേക്ക് ഞാൻ എനിക്ക് ആരാധനയ്ക്ക് പോകാനിടയായി. ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവ് എനിക്ക് എന്റെ വായിൽ നിന്ന് ഞാൻ ചെറുകയാണ് സംസാരിക്കുന്നത്, പക്ഷെ എന്റെ നാവിൽ നിന്ന് നിയന്ത്രണം വിട്ടു. ഞാൻ വളരെ ശക്തമായിട്ട് എന്റെ നാവിലേക്ക് അന്യഭാഷ കടന്നു വന്നിട്ട് ആമേൻ ഹല്ലേലൂയ ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്യുവാനിടയായി തീർന്നു. ആ ഓരോ വാക്കുകളും ഇന്ന് ഞാൻ ഓർക്കുന്നത്, ഹല്ലേലൂയ ദൈവം എന്നെ ആ നിറച്ച അനുഭവങ്ങൾ ഇന്നും എന്റെ ജീവിതത്തിൽ നിന്ന് നിന്നു പോകാതെ വേണം. ഹല്ലേലൂയ ദൈവം എന്നെ പുഷ്ടിയോടെ കർത്താവ് നടത്തി. അത് കഴിഞ്ഞ ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ആത്മഹത്യാ തലത്തിലേക്ക് കടന്നു പോകാടുത്തത്. എന്റെ ദൈവം എന്നെ കൈവിട്ടില്ല, എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചില്ല. ആമേൻ. ഞാൻ ദൈവസന്നിധി ചെയ്ത തെറ്റ് ദൈവനോട് ക്ഷമിക്കുവാനും എന്നെ കർത്താവ് ചേർത്ത് കൊള്ളുവാനും ഇടയായി തീർന്നു. ഇനി മറ്റൊരു അനുഭവം ഞാൻ ആദ്യം തന്നെ എന്റെ ആത്മഹത്യ ആ വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ മറ്റൊരു അനുഭവം കൂടെ എനിക്ക് പറയുവാനുണ്ട്. ഞാൻ 10 വയസ്സുള്ളപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ സഹോദരന്റെ പേര് ബിനുമോനാണ്. ബിനുമോൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ അനുജത്തി ജനിച്ചിട്ടില്ല ആ സമയത്ത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ഭവനത്തിൽ ഒരു നായ ഉണ്ടായിരുന്നു. അതിന് പേയിളകി. എന്നാൽ ഞങ്ങളെ എല്ലാം അത് കടിക്കുവാനിടയിൽ തീർന്നു. എന്റെ പപ്പായെ കടിച്ചു, എന്റെ അമ്മയെ കടിച്ചു, എന്നെ അത് ചെറിയ പോറലുണ്ടാക്കി. എന്റെ സഹോദരന് കൊച്ചായിരുന്നു, അവനെയും അത് ചെറിയ മുറിവുകൾ ഉണ്ടാക്കി. ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു ഹൈന്ദവ സഹോദരനും അതിനാൽ മുറിവേൽക്കുവാണ് തീർന്നത്. എന്റെ വെല്ലുമിച്ചിക്ക് മാത്രം അതുണ്ടായില്ല. എന്നാൽ ആ നായ ചത്തു. അതിന് പേയിളകിയിട്ടാണ് അത് ചാകുവാണ് തീർന്നത്. എന്നാൽ ഞങ്ങൾക്ക്, എന്റെ പപ്പായ്ക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു, ഈ നായക്ക് ഇങ്ങനെ പേയിളകിയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമോ എന്ന് എന്റെ പപ്പയ്ക്ക് ഒരു ഭാരം ഉണ്ടായിരുന്നു. എന്നാൽ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ പപ്പ ഇങ്ങനെ പറയുന്ന കേട്ടു, തലയ്ക്ക് പപ്പായ്ക്ക് ഒരു പെരുപ്പ് പോലെ തോന്നുന്നു, എന്തോ ഒരു അസ്വസ്ഥതയുണ്ടല്ലോ എന്ന് പപ്പായ്ക്ക് ഒരു പപ്പായുടെ ഹൃദയത്തിനകത്തും ഇങ്ങനെ പറയാൻ തുടങ്ങി. പപ്പ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു, നമുക്ക് ഇതിന് തുടർ ചികിത്സ ചെയ്തില്ലെങ്കിൽ ഒക്കത്തില്ല, മുൻപോട്ട് ചികിത്സ ചെയ്തില്ല ഒക്കത്തില്ല, നമുക്ക് എന്തോ ഒരു വലിയൊരു കഷ്ടം വരുന്നു, നമ്മുടെ ഭവനം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പപ്പ പറയാനെടുത്തിരുന്നു. ആ സമയത്ത് ഗ്രാമമാണ് ഞങ്ങളുടെ ഭവനം, ഗ്രാമപ്രദേശമായതുകൊണ്ട് ഞങ്ങൾക്ക് സിറ്റിയിലേക്ക് എടക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കടന്നു പോകണം, ഡോക്ടറെ ഒക്കെ കാണണമെങ്കിൽ
അങ്ങനെ എന്റെ പപ്പ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, എത്രയും വേഗം നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കണം. 10 ഇഞ്ചക്ഷൻ ആണെന്ന് നടക്കുന്നത്. 10 ഇഞ്ചക്ഷൻ എടുക്കണം, പുക്കിളിന് ചുറ്റുമായിട്ടാണ് 10 ഇഞ്ചക്ഷൻ എടുക്കണം. അപ്പൊ മരുന്നിന് കുന്നൂര് പോകണം. ഞങ്ങളുടെ സ്ഥലം മുസ്ലിങ്ങള്, ഹൈന്ദവര്, ക്രിസ്ത്യൻസ് ഒക്കെ ഒന്നിച്ച് താമസിക്കുന്ന എല്ലാവർക്കും നല്ല, ഇന്നും അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ദേശത്ത് നല്ല സഹകരണമുള്ള മനുഷ്യരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മതസൗഹാർദ്ദം എന്ന് പറഞ്ഞൊരു അവസ്ഥ ഇപ്പോഴും ഞങ്ങൾക്ക് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾക്ക് എളാപ്പ എന്ന് പറഞ്ഞൊരു മുസ്ലിം പള്ളിയിലെ ഒരു കാക്കയാണ് അദ്ദേഹം. എളാപ്പാന്ന് ഞങ്ങൾ വിളിക്കുന്ന അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പോയി കുന്നൂരിൽ നിന്ന് മരുന്ന് വാങ്ങുവാൻ അടുത്തിരുന്നു. അന്നത്തെ കാലത്ത് ചെറിയ തുകയാണ്, ഞാൻ ഓർക്കുന്നില്ല എത്ര രൂപയാണെന്നൊന്നും. പോയി മരുന്ന് മേടിച്ചു. ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ തുടർമാനമായി ചെയ്യണം, ഞങ്ങൾ 5 പേർക്ക് വേണ്ടിയുള്ള ഇഞ്ചക്ഷനുള്ള മരുന്നുകളെല്ലാം അദ്ദേഹം കൊണ്ടുവന്നു. എടക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നു പോകണം, വാഹനങ്ങളില്ല, ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ഏകദേശം 5-6-7 കിലോമീറ്ററോളം നടക്കേണ്ട അവസ്ഥയുണ്ട്. ഞങ്ങൾ നടക്കണം, പുഴ കടന്നാണ് പോകുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4-5 ഇഞ്ചക്ഷൻ കഴിഞ്ഞ സമയത്ത് എന്റെ ശരീരത്തിൽ നീര് വെക്കാൻ തുടങ്ങി. ഇഞ്ചക്ഷൻ വെക്കുന്ന ഭാഗത്ത് വലിയൊരു മുഴ പോലെ ഉണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്റെ ഇഞ്ചക്ഷൻ വെച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു, എന്റെ സൂചി വളഞ്ഞു പോയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്റെ ശരീരത്തിന്റെ ബലമെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ എന്തായി തീരുമെന്ന ഡോക്ടർക്ക് പോലും ഒരു സംശയം പറയെടുത്തെന്ന്, ഇവളെ ജീവനോടെ കിട്ടുമോ എന്ന് പറയുന്ന ഒരവസ്ഥ ഡോക്ടർ പറയാനെടുത്തെന്ന്. എന്റെ പപ്പാട് പറഞ്ഞു, ഇവളുടെ ശരീരത്തിന് ബലഹീനമാണ്. അന്ന് രാത്രിയിൽ എന്റെ പിതാവ് ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് എന്റെ പിതാവ് എന്നെ എടുത്തുകൊണ്ടാണ് ഭവനത്തിലേക്ക് വന്നത്. കിലോമീറ്ററുകൾ നടന്ന് എന്നെ എടുത്തുകൊണ്ടാണ് വന്നത്. എന്റെ സഹോദരൻ അന്ന് 5 വയസ്സുണ്ട്, 4 വയസ്സുണ്ട്, 5 വയസ്സുണ്ട്. അവൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ അവൻ കൊച്ചു നടന്നു പോരും, എന്റെ സഹോദരൻ നടന്നു പോരും. പക്ഷെ എന്നെ കൊണ്ട് എനിക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടി ഞാൻ കടന്നുപോയി. എന്നാൽ അതിന് ശേഷമായിട്ട് ആ 10 ഇഞ്ചക്ഷൻ എടുത്ത ശേഷമായിട്ട് എന്റെ ശരീരം ഒരു നീര് വെക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ തീർന്നു. ഏകദേശം ഒരു 1-2 മാസക്കാലം ഞാൻ സ്കൂളിൽ കടന്നു പോയില്ല. നീര് വെക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അത് തുടർമാനമായിട്ട് പിന്നീട് വർഷങ്ങളോളം എന്റെ ശരീരത്തിൽ ആ നീര് എനിക്കുണ്ട്. അതൊരു അലർജി ആയിട്ട് പിന്നീട് എന്റെ ശരീരത്തിലുണ്ടായി. മറ്റ് സോപ്പുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ എന്റെ ശരീരത്തിലുണ്ടായി. എന്നാൽ അതും എന്റെ ശരീരത്തിൽ നിന്ന് കർത്താവ് എനിക്ക് പിന്നത്തേതിൽ സൗഖ്യമാക്കി തന്നു. ആ രോഗാവസ്ഥയിൽ എന്റെ കർത്താവ് എനിക്ക് വിടുതൽ തരുവാനായി തീർന്നു. ഹല്ലേലൂയ. ദൈവം, ഞാൻ അതിനകത്തുനിന്ന് എല്ലാം മനസ്സിലാക്കുന്നത്, എന്റെ സാക്ഷ്യത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. കർത്താവ് നമ്മുടെ രോഗങ്ങളുടെ മേൽ, ഹല്ലേലൂയ, സൗഖ്യദായകനായ ദൈവമാണെന്ന് എന്റെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങൾ കൊണ്ടും ഓരോ അനുഭവങ്ങൾ കൊണ്ടും എനിക്ക് മനസ്സിലാകുവാൻ. എത്രയോ രോഗങ്ങൾ എന്റെ ശരീരത്തിൽ വന്നപ്പോഴും ദൈവികമായ ദൈവികമായ വാക്കുകൾ കൊണ്ട് അവന്റെ അടിപ്പിണരാലാണ്, എന്റെ കർത്താവിന്റെ അടിപ്പിണരാലാണ് എനിക്ക് കർത്താവ് സൗഖ്യം നൽകി തന്നത്. ഹല്ലേലൂയ. ദൈവം സൗഖ്യദായകനാണ്. എപ്പോൾ എനിക്ക് എല്ലാവരോടും പറയുവാനാണ്, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, അല്ലെ എന്റെ ഈ ശബ്ദം കേൾക്കുന്നവരോട് പറയുവാനുള്ളത്, കർത്താവ് നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഏത് രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണെന്ന്, ഹല്ലേലൂയ, എനിക്ക് ഒന്നുകൂടി ഉറപ്പിച്ച് എന്റെ കർത്താവിന്റെ സന്നിധിയിൽ പറയുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ദൈവം, ഹല്ലേലൂയ, ഒരിക്കൽ കൂടി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ എന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ഈ അനുഭവങ്ങളൊക്കെ ഞാൻ ഇതേപോലെ തന്നെ പല അനുഭവങ്ങളും എന്റെ ജീവിതത്തിന്മീതെ കർത്താവ് നൽകി തന്നിട്ടുണ്ട്. ഈ രോഗങ്ങളല്ല, മറ്റു ചില രോഗങ്ങൾ കൂടി കർത്താവ് എനിക്ക് സൗഖ്യം നൽകി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഞാൻ, ഹല്ലേലൂയ, ഇങ്ങനെ ഉറച്ചു നിൽക്കുവാനും ആമേൻ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ അനുഭവങ്ങളൊക്കെ വരുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ഞാൻ തീരുക. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ആരുമില്ല നമ്മുടെ ജീവിതത്തിനകത്ത്, ആരുമില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന്, ഒരു പരിഹാരം ഇല്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലല്ല, ദൈവമാണ് നമ്മളെ സഹായിക്കുന്നവനെന്നും ദൈവമാണ് നമ്മളെ വിടുവിക്കുന്നവനെന്നും പറയുവാൻ തക്കവണ്ണമുള്ള ഒരു ധൈര്യം എന്റെ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ എന്റെ ജീവിതം ഈ ഒരു മരണത്തിലേക്ക് ഒരു ആത്മഹത്യയിലേക്ക് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് ഞാൻ കടന്നു പോയത് കൊണ്ട് എനിക്ക് മറ്റുള്ളവരോട് ഒരു വാക്ക് പറയാൻ കഴിയും. നാം ഈ കാലഘട്ടത്തിലൊക്കെ കാണുന്നു, ആത്മഹത്യ ഒരു പരിഹാരമല്ലെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആത്മഹത്യ ഒരു പരിഹാരമല്ല. പക്ഷെ ദൈവത്തിന് മാത്രമേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. അത് ക്രിസ്തുവിൽ കൂടി, യേശു കർത്താവിൽ കൂടി കഴിയും. മനുഷ്യൻ നമ്മളെ പേപ്പറിനകത്തും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ പറയുന്ന
കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ മരണം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം അവരിങ്ങനെ ഒരു എഴുതി വെച്ചിട്ടുണ്ടാകാം, ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ല. പക്ഷെ ദൈവത്തിൽ കർത്താവിൽ കൂടിയുള്ള നിത്യരക്ഷകനായ കർത്താവിൽ കൂടി മാത്രമേ അതിന് പരിഹാരമുള്ളൂ. പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ, നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കുന്നവൻ, അവൻ ഹല്ലേലൂയ, നമുക്ക് വേണ്ടി സകലതും ചെയ്യുവാൻ ശക്തിയുള്ളവന്റെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ കർത്താവ് ആ വിഷയങ്ങളെ പരിഹരിക്കുമെന്നുള്ളതാണ്. സ്തോത്രം. ഹൃദയം തുറന്ന ഒരു വ്യക്തിയോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, മനോഭാരമുള്ള അല്ലെങ്കിൽ മനോഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിനകത്ത് ഹൃദയം തുറന്ന ഒരു മറ്റുള്ളവരോട് സങ്കടങ്ങൾ പറഞ്ഞ്, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയോട് സങ്കടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെയുള്ള ചിന്താഗതികൾ നിങ്ങൾക്ക് ഞാൻ മരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്താലേ ഇത് പറ്റുകയുള്ളൂ, ഈ പ്രശ്നം എനിക്ക് സോൾവ് ആകത്തില്ല, ഈ വിഷയം എനിക്ക് പരിഹരിക്കത്തില്ല, ഈ രോഗങ്ങൾ എനിക്ക് സൗഖ്യമാകത്തില്ല, അല്ലെങ്കിൽ ഈ കടഭാരങ്ങൾ എനിക്ക് മാറത്തില്ല, ഈ പ്രതികൂലങ്ങൾ എന്റെ ജീവിതത്തെ വിട്ട് മാറത്തില്ല, ഇതിൽ കൂടി ഞാൻ മരിച്ചു പോകുകയുള്ളൂ, ഇങ്ങനെ തന്നെ ഞാൻ മരിച്ചു പോകുള്ളൂ, ഇതിന് മരണം മാത്രമേ ഉള്ളൂ പരിഹാരമെന്ന് ഏതെങ്കിലും വ്യക്തികൾ ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് ശക്തമായിട്ട് പറയുന്നു, കർത്താവിൽ കൂടി മാത്രമേ ഇതിന് വിടുതലുള്ളൂ. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം നമുക്ക് വേണ്ടി ഹല്ലേലൂയ കാൽവറിയിൽ 3 ആണിയിൽ തൂങ്ങി. സ്തോത്രം. അവസാന തുള്ളി രക്തം വരെയും ചിന്തി. സ്തോത്രം. ഹല്ലേലൂയ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവ് പറയുന്നു, ഞാൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാ. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണെന്ന്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണ്. എന്റെ ഈ സാക്ഷ്യങ്ങൾ ദൈവമക്കള് അരോമ ടിവിയിൽ കൂടിയുള്ള പ്രേക്ഷകരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്റെ ഈ സാക്ഷ്യങ്ങള്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യമുണ്ട്. സ്തോത്രം. കർത്താവ് നമ്മളെ വിടുവിക്കുന്നവനാണെന്നും ദൈവം നമ്മളെ സൗഖ്യമാക്കുന്നവനാണെന്നും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നവനാണെന്നുമാണ് എനിക്ക് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുവാനുള്ളത്. ഹല്ലേലൂയ. നിരാശയിൽ കൂടി ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ, നിരാശയിൽ കൂടി ഇരിക്കുന്നവർ, രോഗികളായിരിക്കുന്നു, ഉള്ളവരായിരിക്കുന്നവർ, ഏതെങ്കിലും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോട് ഒരിക്കൽ കൂടി ഉറപ്പായിട്ട് പറയുവാൻ കഴിയും, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് ഈ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം തരുവാൻ. ഹല്ലേലൂയ. ദൈവമാണ് അതിന് ശക്തനായിരിക്കുന്നത്, കർത്താവാണ് അതിന് ശക്തനായിരിക്കുന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലൂടെ ഞാൻ പറയട്ടെ, സ്തോത്രം. കാൽവരി ക്രൂശിൽ 3 ആണിയിൽ തൂങ്ങി നമുക്ക് വേണ്ടി ഹല്ലേലൂയ മരിച്ചവൻ, അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി തന്നവൻ. ഹല്ലേലൂയ. അവൻ മരിച്ച്, അവൻ അടക്കപ്പെട്ട്, അവൻ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവാണ്. ആ യേശു കർത്താവിൽ കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് വിടുതലും ഹല്ലേലൂയ സൗഖ്യവും ഒക്കെയും. അതുപോലെ നിത്യരക്ഷയുടെ അനുഭവം. ഹല്ലേലൂയ. ഈ ഭൂമിയില് ഞാൻ പറഞ്ഞല്ലോ, ഞാന് എന്റെ ജീവിതത്തിൽ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച് ഞാൻ അങ്ങനെ അതിൽ ഞാന് മരിച്ചു പോയിരുന്നുവെങ്കിൽ എനിക്ക് ഒരിക്കലും നിത്യരക്ഷ ഉണ്ടാകത്തില്ല. ഞാൻ എന്ത് ചെയ്യും? നിത്യ നരകത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു മരണം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് മരിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും ഹൃദയങ്ങളിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്ന് ഓർത്തുകൊള്ളുക, നിങ്ങൾക്ക് ഒരിക്കലും ഹല്ലേലൂയ സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല. അത് ക്രിസ്ത്യാനിയായി ജനിച്ചാലും പെന്തക്കോസ് അനുഭവമുള്ളവരാണെങ്കിൽ, ഏത് അനുഭവത്തിലുള്ളവരാണെങ്കിലും അത് നിത്യരക്ഷയിലേക്ക് ഒരിക്കലും പോകത്തില്ല. അതിനുവേണ്ടി ആര് പ്രാർത്ഥിച്ചാലും, മരിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാലും ഒന്നും അതൊരിക്കലും നടക്കത്തില്ല. കാരണം എന്നോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെയെന്നാണ് ചോദിച്ചത്. അത് ഒരു മനുഷ്യൻ ചോദിച്ച ചോദ്യമല്ല, എന്റെ ദൈവം എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു വിജനം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സമയത്ത് ഹല്ലേലൂയ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിന്റെ നിത്യത എവിടെയെന്നാണ്. ഹല്ലേലൂയ. നമ്മുടെ നിത്യതയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ശ്രേഷ്ഠമായത്. നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി, നമ്മുടെ ആത്മീയ സന്തോഷത്തെ നഷ്ടപ്പെടുത്തി, നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തി നമുക്ക് ഒരിക്കലും ഒന്നും നേടുവാൻ കഴിയത്തില്ല. ഈ ഭൂമിയിൽ മനുഷ്യൻ പറയുന്നുണ്ട്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് പറയും. പക്ഷെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. യേശുവിൽ കൂടി മാത്രമേ ഈ വിഷയത്തിന് പരിഹാരമുള്ളൂ. ദൈവമായ കർത്താവിനെ സഹായിക്കട്ടെ, നിങ്ങളെ ഓരോരുത്തരും അതിനായിട്ട് സഹായിക്കട്ടെ. വീണ്ടും ഇങ്ങനെ എനിക്കൊരു അവസരം നൽകി തന്ന ദൈവദാസനോടും അതിന്റെ പ്രവർത്തകരോട്, അരോമ ടിവിയുടെ പ്രവർത്തകരോടും പ്രത്യേകിച്ചുള്ള നന്ദി അറിയിക്കുന്നു. ചെറിയൊരു സാക്ഷ്യമാണെങ്കിൽ എനിക്ക് പറയുവാൻ, എന്റെ ചെറിയ അനുഭവങ്ങളാണ്, അത് ക്രമമായിട്ടൊന്നും പറയുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല.
എങ്കിലും കുറച്ചൊക്കെ എനിക്ക് പറയുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അല്പമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ അതിനകത്ത് ഉണ്ടായെങ്കിലും ആമേൻ ഹല്ലേലൂയ പറയുവാനായിട്ട് ദൈവം സഹായിച്ചു. കർത്താവ് ദൈവം ഹല്ലേലൂയ ഇത്രത്തോളം എന്നെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി കർത്താവിന്റെ ദാസന് ഞാൻ നന്ദി പറയുന്നു. ഈ പ്രവർത്തനങ്ങളെ ആമേൻ ആരോമ ടിവിയുടെ ഈ പ്രവർത്തനങ്ങളെ അനേക സാക്ഷ്യങ്ങൾ പറയുവാൻ അനേക സഹോദരിമാരുടെ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാനായിട്ട് തുറന്നു. ആമേൻ ഹല്ലേലൂയ പിറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് വന്ന് സംസാരിപ്പാൻ കഴിയാത്ത എന്നെ പോലുള്ള അനേക സഹോദരിമാരുണ്ട്. വേണ്ടവണ്ണം പറയാൻ കഴിയാത്ത പലരും ഉണ്ട്. പക്ഷെ അവർക്കൊക്കെയും ഇങ്ങനെ ഒരു സാഹചര്യം ഇങ്ങനെ ഒരു വേദി ഒരുക്കി ദൈവം കൊടുത്തതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ സ്തോത്രം. കൂനിയായ സ്ത്രീയെ യേശു കർത്താവ് നിവർത്തി, അവളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവളെ നിവർത്തി, അവിടെ കൂന് നിവർത്തി അവളൊരു സാക്ഷ്യമായി തീർന്നതുപോലെ നമ്മൾ ഓരോരുത്തർക്കും അതിനെ ദൈവം സഹായിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കും ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അരോമ ടിവിക്ക് പ്രേക്ഷകർക്ക് എല്ലാം ഒരിക്കൽ കൂടി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രവർത്തനങ്ങളെ വീണ്ടും കർത്താവ് വർദ്ധിപ്പിക്കുമാറാകട്ടെ. അനേകർക്ക് വീണ്ടും വന്ന് സാക്ഷി പറയുവാൻ, അനുഭവങ്ങൾ പങ്കിടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിന് വിരമിച്ചു. ആമേൻ. താങ്ക് യു പ്രിയ. ആമേൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിൻ്റെ ദാസിക്ക് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവമക്കളുടെ ഭവനത്തിൽ ഒരു ദൈവോയതിലായി ജനിച്ച ഒരു പാരമ്പര്യമാണ് എടുത്തു പറയത്തക്കവണ്ണം ഉള്ളത്. പക്ഷേ ഒരു വ്യക്തി ജനിച്ചതുകൊണ്ടോ വളർന്നു വന്നതുകൊണ്ടോ ഒരിക്കലും ദൈവവൈതലാകുന്നില്ല. ആ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. പലപ്പോഴും ആ വ്യക്തിയെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ആ വ്യക്തി ഇന്നാരുടെ മകളാണ്, ഇന്ന കുടുംബത്തിലെ വ്യക്തിയാണ്, അതുകൊണ്ട് ആ വ്യക്തിക്ക് പ്രശ്നമൊന്നുമില്ല, ദൈവോഹിതരാണല്ലോ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് സമൂഹം നമുക്ക് വച്ച് തന്നിരിക്കുന്നത്. എന്നാൽ ഓരോ വ്യക്തിയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വ്യക്തിപരമായ രക്ഷ അല്ലെങ്കിൽ വിടുതൽ അനുഭവിക്കാത്തിടത്തോളം കാലം ആ വ്യക്തിക്ക് ദൈവവൈതലായി തീരുവാനോ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാനോ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിപ്പാനോ കഴിയുകയില്ല. അതുതന്നെയാണ് പ്രിയ അനിമോൾസസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ പെന്തക്കോസ്ത് മാതാപിതാക്കന്മാരുടെ ഒരു മകളായി ജനിച്ചതുകൊണ്ടോ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും മാറിയില്ല. പകരം മറ്റുള്ള സാധാരണ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് പോലെ തന്നെ പ്രശ്നങ്ങളുണ്ടായി. നിരാശ, അതിതീവ്രമായ നിരാശ, ജീവിക്കുവാൻ അനുവദിക്കാതെ വണ്ണം, സമാധാനമില്ലാതെ ആഹാരം കഴിക്കുവാനോ ഉറങ്ങുവാനോ ജീവിതത്തിലെ സന്തോഷം അനുഭവിപ്പാനോ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനോ ഒന്നും കഴിയാത്തവണ്ണം ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ, നിരാശയുടെ അനുഭവങ്ങൾ, ജീവിതത്തിൽ കാർന്നു തിന്ന ദിനരാത്രങ്ങൾ, പല വിധത്തിലുള്ള രോഗങ്ങൾ ജീവിതത്തെ തളർത്തിക്കളഞ്ഞു. മറ്റൊന്നിനും പിന്നെ വഴിയില്ല. മനസ്സിൽ ഉരുണ്ടുകൂടിയ ഒരേ ഒരു ചിന്ത, ഇതിനെല്ലാം പരിഹാരം ആത്മഹത്യ ഒന്ന് മാത്രമാണ്. ആത്മഹത്യ ഒന്ന് മാത്രമാണ്. ഇത് സാധാരണ മനുഷ്യനെല്ലാം ചിന്തിക്കുന്ന കാര്യമാണ്. പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ ഓടി ഒളിക്കുവാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തുന്ന ഒരു പരിപാടിയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതുതന്നെയായിരുന്നു പ്രിയ അനിമോൾസസിൻ്റെ ജീവിതത്തിലും തിരഞ്ഞെടുത്തത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം പ്രപഞ്ച സൃഷ്ടിക്കുന്ന മുന്നമേ ദൈവത്തിൻ്റെ പദ്ധതിക്കായി ദൈവം കണ്ടിരുന്നതുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിൻ്റെ വിളി ഒരു അറ്റൻഡൻസ് ബുക്കിൽ പേര് കുറിക്കുന്നത് പോലെ പേര് വിളിച്ച് വേർതിരിച്ച് കർത്താവ് അവിടെ ദൈവശബ്ദം കേൾപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാനിടയായി തീർന്നത്. ഇല്ല എങ്കിൽ എന്നേ മൺമറഞ്ഞു പോയനെയായിരുന്നു. സ്തോത്രം. കർത്താവിൻ്റെ സ്നേഹം. എന്നാൽ ഒരു കാര്യം സത്യമാണ്, ഒരാൾ മരിച്ചു. ആമേൻ. അത് അനിമോളല്ല മരിച്ചത്. അനിമോളെ പിന്തുടർന്നതായ ഇരുട്ടിൻ്റെ ശക്തി മരിച്ചു, അത് കൊല്ലപ്പെട്ടു.
അത് കർത്താവായി യേശു ക്രിസ്തു അകത്ത് വന്നപ്പോഴാണ്, ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ്. പാപത്തിൻ്റെ ശക്തികളെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവിനെ ധരിച്ചപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി മാറി. പഴയത് കഴിഞ്ഞുപോയി. ഇന്ന് ഒരു പുതിയ ഒരു അനുഭവത്തിൽ, ആത്മീയ ജീവിതത്തിൽ അനേകരെ ഇരുളിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ആത്മഹത്യയിൽ നിന്ന് ജീവങ്കിലേക്ക് വഴി നടത്തുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം പറയുവാനുള്ള അനുഭവങ്ങളോടുകൂടി കർത്താവ് ഇന്ന് നിർത്തിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം പ്രചോദനമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ജീവിതത്തിൽ നിരാശ സ്വാഭാവികമാണ്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ പല വഴികളും അന്വേഷിക്കുമ്പോൾ അത് നടക്കാതെ വരുമ്പോൾ എടുക്കുന്ന, ആരുടെ അഭിപ്രായം കൂടാതെ സ്വയം എടുക്കുന്ന, ബുദ്ധിശൂന്യതയിലെടുക്കുന്ന ഒരു തീരുമാനമാണ്. പിശാച് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരണയാണ് ആത്മഹത്യ. അരുത്, ഒരിക്കലും അരുത്, ഒരിക്കലും അരുത്. ദൈവം തമ്പുരാൻ തന്ന ജീവൻ ഒരിക്കലും നാമായിട്ട് അതിനെ നശിപ്പിക്കരുത്. പിശാചിന് പ്രവർത്തിപ്പാൻ അവസരം കൊടുക്കരുത്. ഒരുപക്ഷെ രോഗമായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, നൈരാശ്യ വിഷയങ്ങളായിരിക്കാം, മറ്റേതെങ്കിലും കലഹ സംബന്ധമായുള്ള വിഷയങ്ങളായിരിക്കാം, സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം. എല്ലാറ്റിനും പരിഹാരം, എല്ലാറ്റിനും ഉത്തരം കർത്താവായ യേശു ക്രിസ്തു. ആകിയാൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ ശബ്ദം ഇന്ന് നിങ്ങൾ ഈ സമയത്ത് കേട്ടുകഴിഞ്ഞു. വീണ്ടും കർത്താവ് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവസേനയിൽ കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഒരു നിമിഷം നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ മാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദാസി ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. കാരുണ്യവാനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവേ, ഹല്ലേലൂയ, ഒരിക്കൽ കൂടി ആമേൻ ഓരോരുത്തരും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. അരോമ TV പ്രേക്ഷകർ, ഹല്ലേലൂയ, അത് കേൾക്കുന്ന ഓരോ ദൈവജനങ്ങളെയും, ഓരോ മക്കളെയും, പ്രേക്ഷകരെയും ഓരോരുത്തരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യങ്ങളൊക്കെയും കർത്താവ് ഇതിൽ കൂടി കടന്നു വരുന്ന, ഇതിൽ കൂടി കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പ്രത്യേകിച്ച് ഹല്ലേലൂയ, നിന്റെ പ്രവർത്തനത്തിന് വേണ്ടി കർത്താവേ സ്തോത്രം. ദൈവം കണ്ടിരിക്കുന്ന പ്രിയദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ. നിങ്ങളുടെ ദാസനെ സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. വീണ്ടും കർത്താവേ ഹല്ലേലൂയ, ആമേൻ, കൂടുതലായി നിങ്ങളുടെ നാമത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ, വീണ്ടും ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ നിന്റെ ദാസനെ കുടുംബമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവേ സ്തോത്രം, കൂട്ടുപ്രവർത്തകരെയും സഹശുശ്രൂഷകന്മാരെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി കർത്താവ് ഹല്ലേലൂയ അനുഗ്രഹിക്കുമാറാണ്, എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ സ്തോത്രം. ഈ പ്രവർത്തനങ്ങളെ ദൈവം ആമേൻ ഹല്ലേലൂയ വർദ്ധിപ്പിച്ച് കർത്താവ് ഹല്ലേലൂയ അനുഗ്രഹപൂർണ്ണമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇതിൽ കൂടി ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, അനേക സാക്ഷ്യങ്ങൾ, അനേക വചനങ്ങൾ, ആമേൻ സ്തോത്രം, അനേകർ കേൾക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ അത് വിടുതലായിട്ടും അനേകരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ടും ആമേൻ സ്വർഗത്തിലെ ദൈവം അത് തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഇതിനെ വർദ്ധിപ്പിച്ച് ആമേൻ സ്തോത്രം അനേകരുടെ ഹൃദയങ്ങളിലേക്ക്, അനേക വ്യക്തികളിലേക്ക് വീണ്ടും അത് കർത്താവ് വർദ്ധിച്ചു വരുവാൻ, കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇതിനെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അടിയനും ദൈവം നൽകി തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ തന്നെ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനവും മോത്തോടുത്തെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസി പ്രിയ അനിമോൾ ബിനു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് ദൈവനാമഹത്വത്തോട് പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിപ്പാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.
ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com